نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتابه الماتع كتاب التوحيد باب قول الله تعالى حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ച അധ്യായം 15-ാമത്തെ അധ്യായമായിട്ടുള്ള حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير എന്ന ആയത്തും അതിന്റെ വിശദീകരണവും അടങ്ങുന്ന കാര്യങ്ങളാണ്. സൂറത്തു സബഇൽ നിന്നുള്ള 23-ാമത്തെ വചനമാണ് മുസന്നിഫ് റഹിമഹുല്ല ഈ അധ്യായത്തിന്റെ തലവാചകമായി എടുത്തു ചേർത്തിട്ടുള്ളത്. സബഇലെ 23-ാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ പൂർണ്ണമായ അർത്ഥവും വ്യാഖ്യാനവും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ ആയത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പരിശോധിക്കുക തന്നെ വേണം. വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നത് ആദ്യമായി ഖുർആനിലെ മറ്റു വചനങ്ങൾ തന്നെയാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകളാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ശരിയായ രൂപത്തിൽ ഗ്രഹിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള വിശദീകരണം അത് വായിക്കുക തന്നെ വേണം, അത് മനസ്സിലാക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അങ്ങനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഫസഅ് നീങ്ങിപ്പോയാൽ. ഇവിടെ രണ്ടു കാര്യം. ഫുസ്സിഅ അൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? ഇബ്നു അബ്ബാസിൽ നിന്നും ഇബ്നു ഉമറിൽ നിന്നും അബൂ അബ്ദുറഹ്മാൻ സുലമിയിൽ നിന്നും അതുപോലെ ശഅബി, ഹസൻ തുടങ്ങിയിട്ടുള്ള താബിഈ വര്യന്മാരിൽ നിന്നും ഇതിനു ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന വ്യാഖ്യാനം ഐ സാലൽ ഫസഉ അൻഹാ, അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഭയം നീങ്ങിക്കഴിഞ്ഞാൽ. അപ്പോ ആ വാക്കിന്റെ അർത്ഥം ഇനി സംശയിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ പോലെയുള്ള സഹാബി വര്യന്മാരിൽ നിന്നും ശഅബി, ഹസൻ പോലെയുള്ള താബിഈ വര്യന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന സഹീഹായ റിവായത്താണത്. അതുകൊണ്ട് തന്നെ
ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, ഫുസ്സിഅ അൻ എന്ന് പ്രയോഗിച്ചാൽ അതുകൊണ്ട് അർത്ഥമാകുന്നത് സാലൽ ഫസഉ അൻഹും ഔ സാലൽ ഫസഉ അൻഹാ, ആ ഹൃദയങ്ങളിലുള്ള ഫസഅ് ഭയപ്പാട് നീങ്ങിക്കഴിഞ്ഞാൽ, അൻ ഖുലൂബിഹിം എന്ന് പറയുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്. ആരാണ് അവർ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഖാല ഇബ്നു ജരീർ, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ്, അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലദീ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, ആരുടെ ഹൃദയത്തിൽ നിന്നാണോ ഭയം നീങ്ങുന്ന കാര്യം ഇവിടെ പറയുന്നത് അത് അൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകളാണ് എന്ന് ഇമാം ത്വബരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാലു വഇന്നമാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം മിൻ ഖശിയത്തിൻ തുസീബുഹും ഇൻദ സമാഇഹിം കലാമല്ലാഹി ബിൽ വഹി, അള്ളാഹുവിന്റെ വചനം കേൾക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹ് വഹി കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ വഹി അള്ളാഹു വചന രൂപത്തിലാണ് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന, അവൻ സംസാരിക്കുന്ന അവന്റെ വചനം, ആ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ ഒരു ഭയം വന്നു മൂടിക്കളയുന്നു. ആ ഭയം നീങ്ങുന്ന കാര്യമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അവരുടെ ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഭയപ്പാട്, അത് നീങ്ങുമ്പോൾ ആ ഭയപ്പാട് അവരെ വന്ന് മൂടുന്നത് അള്ളാഹു ഒരു കാര്യം വഹയായി നൽകാൻ ഉദ്ദേശിക്കുമ്പോൾ അതവൻ വചിക്കുന്നു, അള്ളാഹുവിന്റെ ആ വചനം കേൾക്കുന്ന സന്ദർഭത്തിലാണ്. ഇത് മനസ്സിലായിക്കൊണ്ട് തന്നെ വേണം പറയാൻ. ഇതിന്റെ പൂർണ്ണ രൂപമാണ് താഴെ പറഞ്ഞ ഹദീസുകളിൽ, 2 ഹദീസുകളിൽ നിന്നുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഹദീസ് ഇബ്നു അബീ ഹാത്തിം റിവായത്ത് ചെയ്തിട്ടുള്ള ഇസ്നാദുൻ ഹസൻ, സാമാന്യം ഭേദപ്പെട്ട സനദോട് കൂടി റിവായത്ത് ചെയ്തിട്ടുള്ള നവാസ് ബിൻ സിംആൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്ത് ആദ്യം വായിക്കുക, പിന്നെ അതിന്റെ മുമ്പുദ്ധരിച്ച ഹദീസ് വായിക്കുക. ഇത് രണ്ടു കൂടി വായിച്ചു കഴിയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും. അനിൻ നവാസ് ഇബ്നു സിംആൻ, നവാസ് ഇബ്നു സിംആൻ സ്വഹാബി വര്യനാണ്. അദ്ദേഹത്തിന്റെ പിതാവായ സിംആനും സ്വഹാബി വര്യനാണ്, അൻസ്വാരികളാണ്. അദ്ദേഹമാണ് റിവായത്ത് ചെയ്യുന്നത്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അറാദല്ലാഹു തആല അൻ യൂഹിയ ബിൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വഹയിലൂടെ അറിയിക്കാൻ ഉദ്ദേശിച്ചാൽ, അംർ എന്ന് പറഞ്ഞാൽ കൽപ്പന, അല്ലാഹുവിന്റെ കൽപ്പന, അവന്റെ ആജ്ഞ, അവൻ ഏതൊരു കാര്യം ഉദ്ദേശിക്കുന്നുവോ ആ കാര്യം വചനത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അല്ലാഹുവിന്റെ അംർ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഉണ്ടാകണം എന്നവൻ ഉദ്ദേശിച്ചാൽ ആ കാര്യത്തോട് അതുണ്ടാവുക എന്നവൻ വചിക്കുന്നു, പറയുന്നു, അപ്പോഴതുണ്ടായിരിക്കും. ഈ വചനമാകുന്ന കൽപ്പനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു കൽപ്പന, ഒരു വചനം അവൻ അറിയിക്കാൻ, അവൻ നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തകല്ലമ ബിൽ വഹി, വഹിയിലൂടെ അവൻ ആ കാര്യം സംസാരിക്കുന്നു, വഹിയായിക്കൊണ്ട് അവൻ ആ കാര്യം വചിക്കുന്നു, അള്ളാഹു പറയുന്നു. അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിക്കുകയും ഉദ്ദേശിച്ചിട്ടുള്ള ആ കാര്യം ഒരു കൽപ്പനയായി അവൻ വഹിയിലൂടെ ആരോടാണോ കൽപ്പിക്കേണ്ടത് ആ കൽപ്പിക്കേണ്ടവനോട് ആ കാര്യം അവൻ വചിക്കുകയും ചെയ്താൽ, അഖദത്തിസ് സമാവാതി മിൻഹു റജ്ഫ, അഖദത്തിസ് സമാവാതി, ആകാശങ്ങളെ പിടികൂടുന്നു. ആകാശം എന്ന് പറയുമ്പോൾ വമൻ ഫീഹ, ആകാശങ്ങളും ആകാശത്തിലുള്ള മുഴുവൻ നിവാസികളുമാണ് ഉദ്ദേശിക്കുന്നത്. അഖദത്ത് എന്നതിന്റെ ഫാഇല് റജ്ഫ, സമാവാത്ത് മഫ്ഊല് ബിഹിയാണ്. റജ്ഫത്ത് പിടികൂടും, ഒരു കിടിലം കൊള്ളൽ, ഒരു പ്രകമ്പനം,
ആകാശലോകത്തുള്ളവരെ ഒരു പ്രകമ്പനം പിടികൂടുക തന്നെ ചെയ്യും. അപ്പൊ ആകാശത്തിന് അത് ബാധകമാണോ? അതോ ആകാശലോകത്തെ നിവാസികൾക്ക് മാത്രമാണോ? ആകാശത്തിനും ആകാശലോകത്തുള്ള നിവാസികൾക്കും ഒരുപോലെ അത് ബാധകമാണ്. കാരണം ഈ ഹദീസ് വ്യാഖ്യാനിക്കുന്നിടത്ത് ഉലമാ ഉൽ ഇസ്ലാം നൽകിയിട്ടുള്ള വിശദീകരണം അങ്ങനെയാണ്. മനുഷ്യരെപ്പോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അറിയുമ്പോൾ ചിലപ്പോൾ രോമാഞ്ചമുണ്ടാകും, ചിലപ്പോൾ ഭയപ്പാടുണ്ടാകും, ചില സന്ദർഭങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ടാകും. ഇങ്ങനെയുള്ള വികാരങ്ങൾ മനുഷ്യനു മാത്രമല്ല, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മനുഷ്യരല്ലാത്ത അവന്റെ സൃഷ്ടിജാലങ്ങൾക്കും, നമ്മൾ അജീവീയ വസ്തുക്കൾ എന്ന് നമ്മൾ വ്യവഹരിക്കാറുള്ള പർവ്വതങ്ങൾ, അതല്ലെങ്കിൽ ഭൂമി, അല്ലെങ്കിൽ ആകാശം, അല്ലെങ്കിൽ മരം പോലുള്ളവക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്, ആയത്തുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുള്ള വചനങ്ങളിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി. ഏതൊന്നും നിങ്ങൾ കരുതും നിങ്ങളെപ്പോലെ വികാരവും വിചാരവുമുള്ള മജ്ജയും മാംസവുമുള്ള മനുഷ്യർ, അല്ലെങ്കിൽ മനുഷ്യരെ പോലുള്ള ചില സൃഷ്ടികൾ, അവർ മാത്രമേ അള്ളാഹുവിന്റെ തസ്ബീഹ് ചെയ്യുന്നുള്ളൂ എന്ന്. അല്ല, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഏതൊരു വസ്തു, അള്ളാഹുവിന്റെ സൃഷ്ടിയായിട്ടുള്ള ഏതൊന്നും, അത് മരമാകട്ടെ, മലകളാകട്ടെ, ഭൂമിയാകട്ടെ, നമ്മൾ അജീവീയ വസ്തുക്കൾ എന്നൊക്കെ പറയുന്നവയാകട്ടെ, ഇവയെല്ലാം തന്നെ അള്ളാഹുവിന്റെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവര് തസ്ബീഹ് ചെയ്യുന്നു എന്നത് സത്യം, പക്ഷെ നമുക്കത് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരിടത്ത് സൂറത്ത് മറിയമിൽ അള്ളാഹു പറഞ്ഞു, تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. ആകാശങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പിളരാറായിട്ടുണ്ട്, അതുപോലെ തന്നെ പർവ്വതങ്ങളെല്ലാം തന്നെ തരിപ്പണമാകാറായിട്ടുണ്ട്, ഭൂമി പൊട്ടിപ്പിളർന്നു പോകാറായിട്ടുണ്ട്. അൻദഉ ലിർറഹ്മാനി വലദ. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് അവർ ആരോപിച്ചതു കാരണത്താൽ, അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും ആരോപിക്കാൻ പാടില്ലാത്ത കടുത്ത ഒരു ആരോപണം മുശ്രിക്കുകളും അതുപോലെ തന്നെ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളും അള്ളാഹുവിനെതിരിൽ ഇത്തരത്തിലൊരു ആരോപണം കൊണ്ടുവന്നു. അള്ളാഹു പുത്രനെ സ്വീകരിച്ചു, അള്ളാഹു പുത്രിമാരെ സ്വീകരിച്ചു, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്ന് മുശ്രിക്കുകൾ കരുതുന്നു, വിശ്വസിക്കുന്നു. അവർ പറയുന്നു ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ജൂതന്മാർ ആരോപിക്കുന്നു, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ക്രൈസ്തവ ലോകം ആരോപിക്കുന്നു. ഇങ്ങനെയുള്ള ആരോപണം കാരണത്താൽ ആകാശങ്ങളെല്ലാം തന്നെ പൊട്ടിത്തകർന്നു പോവാറായിട്ടുണ്ട്, ഭൂമി പിളരാറായിട്ടുണ്ട്, പർവ്വതങ്ങൾ തകർന്നടിയാറായിട്ടുണ്ട് എന്നാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിലുള്ള ശുഊറുകൾ, ഫീലിംഗുകളും അത് മനുഷ്യർക്ക് മാത്രമല്ല എന്നു മാത്രമല്ല, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെയുള്ള കാര്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. പാറകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നിടത്ത്, ആ പാറകളിൽ ചില പാറകൾ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. പാറകളിൽ ചിലത് അതിന്റെ സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രംശം സംഭവിച്ച് ഇറങ്ങിപ്പോകുന്നവയുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. അതെന്തിന് നമ്മൾ വിചാരിക്കും, ഉയരങ്ങളിൽ നിന്നിരുന്ന ഒരു പാറ സൗകര്യപൂർവ്വം അതിങ്ങ് ഇറങ്ങി താഴോളം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പറയും ലാൻഡ് സ്ലൈഡാണ്, അതല്ലെങ്കിൽ അതെന്താണ് മണ്ണൊലിപ്പാണ്, അതല്ലെങ്കിൽ അത് ഉരുൾപൊട്ടിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പാറകളിൽ ചില പാറകളുണ്ട് യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടതു കാരണത്താൽ അത് അതിന്റെ സ്ഥാനത്ത് നിന്നും താഴേക്ക് ഇറങ്ങിപ്പോകുന്നവയുണ്ട്.
അപ്പോ ഈ ആയത്തുകൾ ഞാൻ ഈ വായിച്ച നിങ്ങളെ കേൾപ്പിച്ച 3 ആയത്തുകളുടെ ശകലങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നമ്മളെപ്പോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തസ്ബീഹ് ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചെയ്യുക, ഭയപ്പെടുക എന്നിത്യാദി വികാരങ്ങൾ നമുക്ക് മാത്രമല്ല അല്ലാഹുവിന്റെ മറ്റ് സൃഷ്ടികൾക്കുമുണ്ട്. ഹദീസിലും ധാരാളം ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായ മിമ്പർ സ്വീകരിക്കുന്നതിന് മുമ്പ് മസ്ജിദുൻ നബവിയിൽ ഒരു ഈത്തപ്പനയുടെ ഒരു തടി, ഒരു ട്രങ്ക് എടുത്തിട്ട് അതിന്മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചിരുന്നത്. അത് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ അത് കരഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്മേൽ സ്പർശിച്ചുകൊണ്ട് അതിനോട് സമാധാനിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി അതിനെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് അതിന്റെ കരച്ചിൽ നിന്നത് എന്ന കാര്യം ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഭക്ഷണം കൈകൊണ്ടെടുക്കും. അങ്ങനെ ഭക്ഷണം കൈകൊണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന്റെ തസ്ബീഹ് ഞങ്ങൾ കേൾക്കുമായിരുന്നു എന്ന്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ഭക്ഷണം തസ്ബീഹ് ചെയ്യുന്നത് ഞങ്ങൾ കേട്ടിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ആകാശത്തിന് ഭയപ്പാടുണ്ടാകും, കിടിലം കൊള്ളുമെന്ന് പറയുമ്പോൾ ആകാശം എങ്ങനെ കിടിലം കൊള്ളും എന്നാലോചിച്ചാരും വിഷമിക്കേണ്ടതില്ല. അതിന് ആലങ്കാരികമായി ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങൾ ആലങ്കാരികമല്ല താനും, അത് ഹഖീഖിയാണ്, അത് യഥാർത്ഥമായ പ്രയോഗമാണ്. അതിന്റെ അർത്ഥം, അതിന്റെ ലാഹിറായ അർത്ഥം ബാഹ്യാർത്ഥത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇവിടെ സമാവാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശലോകവും ആകാശലോകത്തുള്ള നിവാസികളും അല്ലാഹു വഹയിലൂടെ, വഹയി മുഖേന ഒരു കാര്യം ആജ്ഞാപിക്കാൻ വേണ്ടി വധിച്ചു കഴിഞ്ഞാൽ ആകാശലോകത്തിന്, ആകാശലോകത്തുള്ള നിവാസികൾക്ക് ഒരു റജ്ഫത്ത് പിടികൂടും. റാവിയുടെ സംശയമാണ് ഔ ഖാല റഅജ, റജ്ഫത്തുൻ എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതോ റജ്ഫത്ത് എന്നാണോ പറഞ്ഞത്? റജ്ഫത്ത് എന്നാണോ അല്ലെങ്കിൽ റഅദത്ത് എന്നാണോ? രണ്ടും ഏതാണ്ട് സമാനമായ അർത്ഥമുള്ള വാക്കുകളാണ്. പ്രകമ്പനം കൊള്ളുക, കിടിലം കൊള്ളുക എന്നാണ് അർത്ഥം. ശദീദത്തുൻ, കഠിനതരമായ ഒരു പ്രകമ്പനം കൊള്ളും. അതെന്തുകൊണ്ടാണ് ആ പ്രകമ്പനം കൊള്ളുന്നത്? ഖൗഫൻ മിനല്ലാഹി അസ്സ വജൽ, ഖൗഫൻ മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനോടുള്ള ഭയം കാരണത്താൽ. അങ്ങനെ ഫഇദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാതി സുഇഖു, ആകാശലോകത്തുള്ള നിവാസികൾ, അഹ്ല്, അല്ലാഹുവിന്റെ ആ വചനം വഹി മുഖേന അവൻ നൽകാൻ, വഹിയിലൂടെ അവൻ നൽകാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം അവൻ വചനമായി, കൽപ്പന വചനമായി കൊടുക്കുമ്പോൾ അതവര് കേൾക്കാനിട വന്നാൽ സുഇഖു, അവര് ബോധരഹിതരായി വീഴും. വഖറൂ ലില്ലാഹി സുജ്ജദ, അവര് മുഖം കുത്തി വീഴും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ മുമ്പാകെ സുജ്ജദൻ, സുജൂദിലായിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി സുജൂദിൽ വീഴുകയും അങ്ങനെ അവരുടെ ബോധം പോവുകയും ചെയ്യും. ഇത് ആകാശലോകത്തെ നിവാസികൾക്കുണ്ടാകുന്ന മാറ്റം. ഒന്ന്, ആ വചനം അള്ളാഹു പറയുന്നത് കേൾക്കുന്ന മാത്രയിൽ അവർ സുജൂദിൽ വീഴുന്നു, ഖറൂ ലില്ലാഹി സുജ്ജദൻ. രണ്ടാമത്തേത്, അവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയപ്പാട് കാരണത്താൽ അവർക്ക് റജ്ഫ ഔ റഅദ ശദീദ, കഠിനമായ ഒരു പ്രകമ്പനം, ഒരു വിറയൽ പിടികൂടുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് സുഇഖു, അവരെല്ലാം തന്നെ ബോധരഹിതരായി തീരുന്നു. ഈ മൂന്നവസ്ഥ ആർക്കുള്ളതാണ്? അഹ്ലുസ് സമാവാത്ത്, ആകാശലോകത്തെ നിവാസികൾക്കുള്ളതാണ്. എന്നാൽ ആകാശലോകത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ശക്തമായ പ്രകമ്പനം കൊള്ളുകയും ചെയ്യും. എന്നിട്ട് ഫയകൂനു അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീലു, ആദ്യമായി ആ ബോധരഹിതമായി സുജൂദിലേക്ക് വീണുപോകുന്നു, ബോധരഹിതരാകുന്നു, അവർക്ക് പ്രകമ്പനം പിടികൊള്ളുന്നു, അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അതിൽ നിന്ന് പിന്നീട് ആദ്യമായി തല ഉയർത്തുന്നത് ജിബ്രീലു അലൈഹിസ്സലാമാണ്.
ഫയുകല്ലിമുഹുല്ലാഹു മിൻ വഹ്യി, ജിബ്രീലിനോടാണ് അള്ളാഹുവിന്റെ കലാം അള്ളാഹു വചിക്കുന്നത്. കല്ലമ യുകല്ലിം. അപ്പൊ അള്ളാഹ് ഒരു കാര്യം, ഒരു അമ്ർ, ഒരാജ്ഞ കൈമാറാൻ ഉദ്ദേശിച്ചാൽ അത് ജിബ്രീലിനാണ് കൈമാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ ആജ്ഞകൾ, ആ വചനങ്ങൾ അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, മറിച്ച് അത് അല്ലാഹുവിന്റെ കലാമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇസ്ലാമിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ള മറ്റ് കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊന്നാണ് ഇത്. അല്ലാഹുവിന്റെ കലാം, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അതൊരിക്കലും അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കലാം വചിക്കുക, വചനം എന്നുള്ളത് അവന്റെ ഗുണവിശേഷങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് കലാം എന്നുള്ള ദാത്തിയായ സിഫത്തുള്ളതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന വിധേന സംസാരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫിഅലിയായ സിഫത്താണ്. അവന്റെ മശീയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അവന്റെ ഉദ്ദേശവുമായി, അവന്റെ ഇച്ഛയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അവൻ ഉദ്ദേശിക്കുമ്പോൾ, അവൻ ഇച്ഛിക്കുമ്പോൾ അവൻ ചെയ്യുന്ന, അവന്റെ ഫിഅലിയായിരിക്കുന്ന സിഫത്തിൽപ്പെട്ടതാണ് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. ആ തക്ലീമിന്റെ പുറമെ കലാം എന്നുള്ള സിഫ ദാത്തിയ മഅനവിയ അത് വേറെയും, അതുപോലെ തന്നെ തക്ലീം എന്ന് പറയുന്ന ആ സിഫത്തുൻ ഫിഅലിയത്തുൻ മുതഅല്ലിഖത്തുൻ ബിമശിയത്തില്ല എന്നുള്ളത് വേറെയും. ഇത് രണ്ടും വേറെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ആ അഖീദയിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. മറ്റുള്ള ആളുകൾ ഒരുപക്ഷെ ഈ കാര്യത്തെ നിഷേധിക്കും. ഈ വിഷയത്തിലാണ് ഏറ്റവും വലിയ മഹ്ന, പരീക്ഷണം ആദ്യകാലത്ത് ഇമാം അഹ്മദിന്റെ കാലത്ത് റഹിമഹുല്ലാഹ് നടന്നിട്ടുള്ളത് നമുക്കറിയാം. മുഅ്തസിലികളായ ആളുകൾ അവര് തെറ്റായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. എന്നിട്ട് അവര് ഭരണാധികാരികളെ സ്വാധീനിച്ചു. ഭരണാധികാരികൾ പോലും ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് കാര്യമെത്തി. എന്നു മാത്രമല്ല, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയാത്തവരെ പല രൂപത്തിലും പീഡിപ്പിക്കുകയും ദണ്ഡനമേൽപ്പിക്കുകയും ചെയ്യുന്ന, നിർബന്ധിച്ചങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആ കാലഘട്ടത്തിൽ സംജാതമായി. അഹ്മദ് ഇബ്നു ഹംബലൊക്കെ അതിൽ അങ്ങേയറ്റത്തോളം പരീക്ഷണങ്ങൾക്ക് വിധേയമായി. വലിയ വലിയ ആളുകൾ പോലും ആ പരീക്ഷണത്തിൽ ഫിത്നയിലകപ്പെട്ടു. വളരെ കുറച്ച് മഹാന്മാരായ ഉന്നതന്മാരായ പണ്ഡിതന്മാരെ ഈ പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചുള്ളൂ. ഏതാണെങ്കിലും ശരി, അഹ്ലുസുന്ന വിശ്വസിക്കുന്ന വിശ്വാസം അല്ലാഹുവിന്റെ കലാമുണ്ട്. കലാം എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത് സിഫത്തുൻ ദാത്തിയത്തുൻ മഅനവിയത്തുൻ. കലാം അല്ലാഹുവിന്റെ ഒരു ഗുണവിശേഷണമാണ്, അല്ലാഹുവിന്റെ സത്താപരമായ ഗുണമാണ്, അത് മഅനവിയായിട്ടുള്ള ഗുണമാണ്. അതിന് പുറമെ യുകല്ലിമുല്ലാഹ് ലിമൻ ശാ വമതാ ശാ വഹൈതു ശാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ഗുണമുണ്ട് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നവനുമാണ്. അവൻ ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന വിധേന അവൻ സംസാരിക്കും. ആ സംസാരം, വചിക്കൽ, സംസാരിക്കൽ സിഫത്തുൻ, അത് അല്ലാഹുവിന്റെ ഗുണവിശേഷണമാണ്. ഫിഅലിയത്തുൻ, കർമ്മപരമായ ഗുണവിശേഷണമാണ്. മുതഅല്ലിഖത്തുൻ ബിമശിയത്തിഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിഫത്താണ്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ. അക്കാര്യം സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകളിൽ ഒന്നുകൂടിയാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഫയുകല്ലിമുഹുല്ലാഹ്, അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന ദാത്തിയായ സിഫത്ത് മാത്രം എന്ന് പറയുന്ന അശ്അരികളല്ല നമ്മൾ അഹ്ലുസുന്നത്തിൽപ്പെട്ടവരാണ്. അള്ളാഹ് അങ്ങനെ സംസാരിക്കും. ആരോട്? ബിൻ വഹീഹി, അവന്റെ വഹയിൽ നിന്ന്. അവൻ വഹി നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ സംസാരിക്കും. ബിമ അറാദ്, അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ തക്ലീം, സംസാരിക്കൽ എന്നുള്ളത് മുതഅല്ലിഖത്തുൻ ബിഇറാദതിഹി വമശീഅതിഹി. ആരോടാണ് ഉദ്ദേശിച്ചത് അവരോട് പറയും. എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് പറയും. അതെല്ലാം ഈ വാക്കുകളിൽ, റസൂലുള്ളാഹിന്റെ ഈ വചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഫയുകല്ലിമുഹു,
അല്ലാഹു, അതിനെക്കുറിച്ച് അല്ലാഹു അല്ല ഫയുകല്ലിമുഹു, ജിബ്രീലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു. മിൻ വഹ്യിഹി, അല്ലാഹ് വഹ്യ് മുഖേന, വഹ്യിൽ നിന്ന് ജിബ്രീലിനോട് സംസാരിക്കുന്നു. എന്താണ് അല്ലാഹ് പറയുന്ന കാര്യം? ബിമാ അറാദ്, എന്താണോ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അത്. അപ്പൊ അല്ലാഹ് ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ചവരോട് ഉദ്ദേശിച്ച വിധേന, വഹ്യിന് തന്നെ പല രൂപങ്ങളുണ്ട്, അത് അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുള്ള രൂപത്തിൽ ജിബ്രീലിനോട് വിചാരിച്ച കാര്യം അല്ലാഹ് പറയുന്നു. സുമ്മ യമുറു ജിബ്രീലു അലൽ മലായിക, പിന്നീട് അള്ളാഹുവിൽ നിന്ന് ആ മഹത്തായ വഹ്യ് ഏറ്റുവാങ്ങിയതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പോവുകയാണ് അലൽ മലായിക, മറ്റു മലക്കുകളുടെ അരികിലൂടെ. കുല്ലമാ മർറ ബിസമാഇൻ, അങ്ങനെ ഓരോ ആകാശത്തിലൂടെയും, 7 ആകാശങ്ങളുണ്ട്, അതിലെ ഓരോ ആകാശത്തിലൂടെയും ജിബ്രീൽ പാസ് ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ, സഅലഹു, ജിബ്രീലിനോട് ചോദിക്കുന്നു, മലായികത്തുഹ, അതതു ആകാശങ്ങളിലുള്ള മലക്കുകൾ ചോദിക്കുന്നു, മാദാ ഖാല റബ്ബുനാ യാ ജിബ്രീൽ, നമ്മുടെ റബ്ബ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ഖാല എന്ന വാക്ക് അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായ വാക്കാണ്. അല്ലാഹുവിന്റെ അമ്രുകൾ, അവന്റെ കലാമുകൾ, അവന്റെ സിഫത്തല്ലാതെ അവന്റെ സൃഷ്ടിയായിരുന്നുവെങ്കിൽ മാദാ ഖലഖ റബ്ബുന എന്നായിരിക്കണം ചോദിക്കേണ്ടത്. നമ്മുടെ റബ്ബ് എന്താണ് പുതിയതൊന്ന് സൃഷ്ടിച്ചത് എന്നാ ചോദിക്കേണ്ടത്. അല്ല, അവിടെ ഒരു സൃഷ്ടിപ്പല്ല നടന്നിട്ടുള്ളത്, അവിടെ അള്ളാഹുവിന്റെ വചനമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത്, മാദാ ഖാല റബ്ബുന യാ ജിബ്രീൽ, ജിബ്രീൽ എന്താണ് നമ്മുടെ റബ്ബ് വചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഫയഖൂലു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അവർക്കുത്തരം ചെയ്യുന്നു, ഖാലൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് പരമമായ സത്യമാണ്. അല്ലാഹ് പറഞ്ഞിരിക്കുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങൾ അതാണ് ഏറ്റവും വലിയ സത്യം, അത് പരമമായ സത്യമാണ്. വഹുവൽ അലിയുൽ കബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയാണ്, അവൻ കബീറാണ്. അല്ലാഹ് അലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉരുവിലാണ്, അത് ഖദറൻ വഖഹറൻ വലാതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്തിയായ നിലക്കും സത്ത കൊണ്ടും അതുപോലെ തന്നെ അവന്റെ ഗുണം കൊണ്ടും അവൻ ഏറ്റവും ഉന്നതനാണ്. അവന്റെ സത്ത കൊണ്ട് അവൻ ഉന്നതനാണെന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളുടെയും മീതെ, കുർസിയിനും മീതെ, അർശിനും മീതെ, അർശിന്റെയും ഉപരിയിലാണ് അല്ലാഹു. ബായിനുൻ അൻ ഖൽഖിഹി ഇസ്തവ അലൽ അർശ് വഹുവ ബായിനുൻ അൻ ഖൽഖിഹി, തന്റെ സൃഷ്ടികൾക്ക് അതീതനായിക്കൊണ്ട്, സൃഷ്ടിലോകത്തല്ല, അവിടെ ഇടകലർന്നവനല്ല, സൃഷ്ടിലോകത്ത് നിന്ന് വേർപിരിഞ്ഞ് അതിൽ നിന്ന് അതീതനായി, അതിൽ നിന്ന് ഉന്നതനായി അർശിന്റെയും ഉപരിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. 7 സ്ഥലത്ത് അർശിന്റെയും ഉപരിയിൽ സൃഷ്ടികളുമായി കൂടിക്കലരാതെ അവസാനത്തെ സൃഷ്ടിയായ അർശ്, ഏറ്റവും വലിയ സൃഷ്ടിയായ അർശ്, ആ അർശിന്റെയും ഉപരിയിലാണ് അള്ളാഹു എന്നുള്ള കാര്യം ഖുർആനിൽ തന്നെ 7 സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മറ്റു തെളിവുകളും അതുപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ള തെളിവുകളും അള്ളാഹിന്റെ ഉരുവിനെ സൂചിപ്പിക്കുന്ന മറ്റു തെളിവുകളും എടുത്താൽ 1000-ൽ പരം തെളിവുകൾ നമുക്ക് ഈ വിഷയത്തിന് കിട്ടും. അവൻ കബീറാണ്, അവൻ ഏറ്റവും വലിയവനാണ്. ഫയഖൂലൂന കുല്ലുഹും, അപ്പോൾ ജിബ്രീലിന്റെ ഈ ഉത്തരം കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന മലക്കുകൾ ഒക്കെ തന്നെ പറയുന്നു, മിസ്ലമാ ഖാല ജിബ്രീൽ, ജിബ്രീൽ പറഞ്ഞതുപോലെ നമ്മുടെ റബ്ബ് വചിച്ചിരിക്കുന്നത് പരമമായ സത്യമാണ്. ഫയൻതഹി ജിബ്രീലു ബിൽ വഹി, പിന്നീട് ജിബ്രീൽ ചെന്നെത്തുന്നു, ചെന്നെത്തുന്നു ജിബ്രീൽ ബിൽ വഹി, അല്ലാഹു കൊടുത്തിട്ടുള്ള ആ വഹയുമായി, ആ വചനവുമായി, ഹൈസു അമറഹുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് കൽപ്പിച്ചതു പ്രകാരം, എവിടേക്ക് എങ്ങനെ ചെല്ലണമെന്നാണോ പറഞ്ഞിട്ടുള്ളത് അതുപ്രകാരം ജിബ്രീൽ ആ വഹയിന്റെ സന്ദേശവുമായി അല്ലാഹു കൽപ്പിച്ചിടത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ഹദീസ് വായിക്കുമ്പോൾ കാര്യം വളരെ ക്ലിയറാണ്. ഇത് ഇബ്നു അബീ ഹാത്തിം റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ഹദീസിന്റെ തൊട്ട് മുമ്പത്തെ ഹദീസ് കൂടി നമ്മൾ നോക്കുക. വഫി സഹീഹ്, സഹീഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇതുണ്ട്.
അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് സ്വഹീഹ് എന്ന് പറയുമ്പോൾ ബുഖാരിയാകാം മുസ്ലിമാകാം, പല സ്ഥലങ്ങളിലും സ്വഹീഹ് മുസ്ലിമാണ് ഉദ്ദേശിക്കപ്പെടാറുള്ളത്. ഇവിടെ റിവായത്ത് പരിശോധിക്കുമ്പോൾ ഇത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. عن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ഇദാ ഖലല്ലാഹുൽ അംർ, അല്ലാഹു ഒരു അംർ വിധിച്ചു കഴിഞ്ഞാൽ, അവന്റെ കാര്യങ്ങളൊക്കെയും അമ്രായിട്ട്, വചനങ്ങളിലൂടെ അമ്രായിട്ടാണ് അവൻ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു അമ്ർ അല്ലാഹു വിധിച്ചാൽ ഫിസ്സമ, ഉപരിലോകത്ത് ഉപരിയിൽ വെച്ച് അള്ളാഹു ഒരു കാര്യം, അവന്റെ ഒരു കാര്യം, ഒരു കൽപ്പന അവൻ വിധിച്ചാൽ, വറബത്തിൽ മലായികതു ബിഅജ്നിഹതിഹാ, മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് അടിക്കും. വറബത്ത് അടിക്കും. ആരടിക്കുന്നത്? മലക്കുകൾ. എന്താണ് അടിക്കുന്നത്? ബിഅജ്നിഹതിഹാ, അവയുടെ ചിറകുകളാണ്. കഴിഞ്ഞ ദർശനത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ്. അവർക്ക് ധാരാളക്കണക്കിന് ചിറകുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യം ഖുർആനിൽ തന്നെ പരാമർശിക്കപ്പെട്ടു പോയിട്ടുള്ള കാര്യമാണ്, ഹദീസിലും വന്നിട്ടുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ വലഹു 600 ജനാഹ്, 600 ചിറകുകൾ ഉണ്ടായിരുന്നുവെന്നും ഒരു ചിറക് തന്നെ മൊത്തം ചക്രവാളത്തെ നിറക്കാൻ, മാനം മുട്ടി നിൽക്കാൻ, ചക്രവാളം നിറക്കാൻ മാത്രം വലുതായിരുന്നുവെന്നും പലതരം വർണ്ണങ്ങൾ കൊണ്ട്, സഹാവീൽ റിവായത്തിൽ വന്നിട്ടുള്ളത് സഹാവീൽ എന്നാണ്, സഹാവീലുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചിറകുകളാണത്. കുറെ ചുവപ്പുണ്ടാകും, കുറെ മഞ്ഞുണ്ടായിരിക്കും, കുറെ പച്ചുണ്ടായിരിക്കും, പലതരം കഴിവും. അതിൽ നിന്ന് യാക്കൂത്തുകളും അതുപോലെ തന്നെയുള്ള മുത്ത് പോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം ഉണ്ടായിരിക്കും. ഒരു വർണ്ണിക്കാൻ പറ്റാത്ത വിധം അതിമനോഹരമായിട്ടുള്ള ചിറകുകളാണ്. അങ്ങനെയുള്ള ആ ജിബ്രീൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മറ്റു മലക്കുകൾ, ഇവരെല്ലാം ചിറകടിക്കും. അത് എന്താണ് ചിറകടിക്കുന്നതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ ആ വചനത്തെ ഞങ്ങൾ അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അതിന് വഴിപ്പെട്ടിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട്. ആ ചിറകടിക്കുന്നതിന്റെ അർത്ഥം അതാണ്. അത് ധ്വനിപ്പിക്കുന്നത്, അത് ദ്യോതിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അംർ എന്താണോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ വിധിച്ചിരിക്കുന്ന ആ വിധി, ആ വിധിയിലുള്ള അംർ, ആ ആറ്റ് എന്താണോ, എന്താണെങ്കിലും ഞങ്ങളത് ശിരസ്സാവഹിച്ചിരിക്കുന്നു, ഞങ്ങളത് അനുസരിച്ചിരിക്കുന്നു, ഞങ്ങളതിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി. കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ, അത് ഒരു പാറയിൽ ചെങ്ങലയിട്ട് വലിക്കുന്നത് പോലെയുണ്ടായിരിക്കും. സിൽസിലത്ത് പറഞ്ഞാൽ ചെങ്ങലയാണ്. സഫ്വാൻ എന്ന് പറഞ്ഞാൽ ഒരു പാറ, മിനുസുള്ള ഒരു പാറ. യൻഫുദുഹും ദാലിക്, യൻഫുദുഹും ദാലിക്, അള്ളാഹുവിന്റെ ആ വചനം അവരിലേക്ക് ശരിക്കങ്ങോട്ട് കയറി ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ ഖൗൽ, അള്ളാഹുവിന്റെ ആ അംർ, അത് യൻഫുദു ദാലികൽ ഖൗലു അൽ മലായിക, ആ വചനം മലക്കുകളിലേക്ക് ശരിക്കങ്ങോട്ട് ചെല്ലുന്നു. അയഖ്ലുസു ദാലികൽ ഖൗൽ, ആ വചനം മലക്കുകളിലേക്ക് ശരിക്ക് ഇറങ്ങി ചെല്ലുന്നു. വയംളി ഫീഹിം, അതവരിൽ ശരിക്ക് നടപ്പിലാകുന്നു. ഫയഫ്സഉ ഹത്താ യഫ്സഉ മിൻ, അങ്ങനെ അവര് അങ്ങേയറ്റത്തോളം ഭയപ്പെടുന്നത് വരെ, അങ്ങനെ ഭയപ്പെടുക എന്നുള്ള കാര്യം ഉണ്ടായിത്തീരുന്നു. അങ്ങനെ അവർ ഭയപ്പെടുകയും അവർക്ക് റഅദത്ത് അല്ലെങ്കിൽ റജ്ഫത്ത്, ശക്തമായ ഒരു പ്രകമ്പനം പിടികൊള്ളുകയും അങ്ങനെ അവർ സുജൂദിൽ പോവുകയും സുഅഖു, അവർക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയപ്പാട് പിന്നെ നീങ്ങിക്കഴിഞ്ഞാൽ, ഖാലു, ഭയപ്പാട് നീങ്ങി ആദ്യം തല ഉയർത്തുന്നത് ജിബ്രീലാണ്. അപ്പോൾ ജിബ്രീലിന് അള്ളാഹു ആ കൽപ്പന വഹി മുഖേന കൊടുക്കാൻ ഉദ്ദേശിച്ച അമ്ര, അത് അള്ളാഹു സംസാരിക്കുന്നു, ജിബ്രീലിനോട് വചിക്കുന്നു, ജിബ്രീൽ അത് ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം പിന്നീട് ജിബ്രീലിന് ശേഷം മറ്റുള്ള മലക്കുകളും തല ഉയർത്തുന്നു. അവർ ചോദിക്കുന്നു ജിബ്രീലിനോട്, മാദാ ഖാല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നത്? ഖാലുൽ ഹഖ്, അപ്പൊ ജിബ്രീൽ പറയും ഹഖാണ് പറഞ്ഞത്.
അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് പരമസത്യമാണ്. ഇതേ വചനം തന്നെ അവരും ആവർത്തിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഇത് ഇഖ്തിസാറാണ്. ഭാഷയിൽ 3 തരത്തിലുള്ള ശൈലികൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് ഇത്നാബ് ഉണ്ടാകും. ഒരു കാര്യം ഒന്നിലധികം രൂപേണ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ഒരേ കാര്യം ഒന്നെ ആയിരിക്കും, അത് ഒന്നിലധികം രൂപേണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആശയത്തെക്കാൾ കൂടുതൽ അതിൽ വാക്കുകൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തേത് മുസാവാത്ത്, പറഞ്ഞ വാക്കും ഉദ്ദേശിച്ച ആശയവും സമാസമം ഒത്തുപോകുന്നതായിരിക്കും. മറ്റൊന്ന് ഈജാസ്, പറഞ്ഞ വാക്കും ഉദ്ദേശിച്ച ആശയവും തമ്മിൽ ഒത്തുപോകില്ല. കാരണം വാക്കുകൾ ചുരുക്കി ആശയങ്ങൾ കൂടുതൽ അതിൽ കുത്തി നിറച്ചിട്ടുണ്ടായിരിക്കും. ഈ ആയത്ത് മൂജസ, ഈജാസിന്റെ ഉസ്ലൂബിൽ, ഈജാസ് സംക്ഷിപ്തമായി പറയുന്ന ശൈലിയിലാണ് ഈ ആയത്ത് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാദാ ഖാല റബ്ബുക്കും എന്ന് പറയുമ്പോൾ ജിബ്രീൽ അവരോട് പറയുന്നു ഖാലൽ ഹഖ്. അതവിടെ അണ്ടർസ്റ്റുഡാണ്, വാക്കവിടല്ല. ജിബ്രീൽ മലക്കുകൾ ചോദിക്കുമ്പോൾ അവരോട് പറയുന്നു നമ്മുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് സത്യം, പരമസത്യം എന്ന് ജിബ്രീൽ പറയുന്നു. ജിബ്രീൽ പറയുമ്പോൾ അതേ വചനം അവരും ഉൾക്കൊള്ളുകയും അവരും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഖാലുൽ ഹഖ്. ഇതെവിടുന്ന് കിട്ടി? ഇത് നമ്മൾ സ്വന്തമായി പറഞ്ഞുണ്ടാക്കിയതാണോ? അല്ല, ഇത് പറഞ്ഞുണ്ടാക്കിയതല്ല. ഈ ആയത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനമാണ്. കാരണം നവാസ് ഇബ്നു സിംആൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്ത് ഞാൻ വായിച്ചപ്പോൾ അതിൽ നിങ്ങൾ കണ്ടു ഫയകൂനു അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീൽ. ആദ്യമായി തല ഉയർത്തുന്നത് ജിബ്രീലാണ്. അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം വഹി മുഖേന ജിബ്രീലിന് എത്തിച്ചു കൊടുക്കുന്നു. പിന്നീട് ജിബ്രീൽ മലക്കുകളുടെ അരികിലൂടെ പോകുമ്പോൾ എന്താ നമ്മുടെ റബ്ബ് പറഞ്ഞത് ജിബ്രീൽ? അപ്പൊ ജിബ്രീൽ പറയുന്നു അൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. അത് ജിബ്രീൽ പറഞ്ഞു കഴിയുമ്പോൾ ജിബ്രീൽ പറഞ്ഞ വാക്ക് അവര് പിന്നീട് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇബ്നു അബി ഹാത്തിമിന്റെ റിവായത്തിൽ വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് ഈജാസായതിനാൽ അതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിച്ച ആ ഹദീസിൽ നിന്നാണ് നമ്മൾ ആ കാര്യം പറയുന്നത്. എന്നിട്ട് വഹുവൽ അലിയുൽ കബീർ, അല്ലാഹു അലിയും കബീറുമാണ്, നേരത്തെ നമ്മൾ വിശദീകരിക്കുന്നു. ഫയസ്മഉഹാ മുസ്തരിഖുസ്സം. അങ്ങനെ ഫയസ്മഉഹാ മുസ്തരിഖുസ്സം, കട്ട് കേൾക്കുന്നവർ അങ്ങനെ ജിബ്രീൽ മറ്റു മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവര് കട്ട് കേൾക്കും. സറഖ എന്ന് പറഞ്ഞാൽ കട്ടു എന്നാണ്. ഇസ്തറഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മോഷ്ടിച്ചു എന്ന് തന്നെയാണ്. ഇഫ്താല വസ്നാണ്. അതിന്റെ ഇഷ്മുഫാളിലാണ് മുസ്തരിഖ്, കക്കുന്നവൻ, വെല്ലാണ്ട് തട്ടിയെടുക്കുന്നവൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 7ാമത്തെ ആകാശത്തില് അല്ലെങ്കിൽ 6ാമത്തെ ആകാശത്തില് കട്ട് കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരവിടെ വെച്ച് കട്ട് കേൾക്കുന്നു എന്ന് ജനങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും വിശദീകരിച്ചിട്ടില്ലെങ്കിൽ. ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് ഗ്രഹിക്കാനുള്ള വഴി അതിന്റെ തുറുക്കുകൾ ജംഅ് ചെയ്യുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ കൈവഴികളിലൂടെ, വ്യത്യസ്തമായ ഇസ്നാദുകളിലൂടെ, വ്യത്യസ്തമായ ഇസ്നാദും വ്യത്യസ്തമായ കൈവഴിയും വ്യത്യാസമുണ്ട്. ഒരേ സംഭവം ഒന്നിലധികം സഹാബിമാരിലൂടെ ഉദ്ധരിച്ചു വരികയാണെങ്കിൽ അത് വ്യത്യസ്തമായ സനദാണ്. നബിയിൽ നിന്ന് കേട്ടത് ഒരു സഹാബി തന്നെയാണ്. ആ സഹാബിയിൽ നിന്ന് പിന്നീട് വേറെ ആൾക്കാർ വേറെ ആളുകളിലൂടെ അത് റിപ്പോർട്ട് വരികയാണെങ്കിൽ അത് തുറുക്കുകൾ മാത്രമാണ്. അപ്പൊ വ്യത്യസ്ത ഇസ്നാദുകളും വ്യത്യസ്ത തുറുക്കുകളും ജംഅ് ചെയ്ത് ഈ കാര്യം ആരൊക്കെ എവിടൊക്കെ എത്ര സഹാബിമാരിൽ നിന്ന് ഉദ്ധരിച്ചു, ഓരോ സഹാബിമാരിൽ നിന്നും പിന്നീട് വന്നിരിക്കുന്ന തുറുക്കുകൾ ഏതൊക്കെയാണ്, അതിന്റെ റിവായത്തിലുള്ള അൽഫാദുകൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ സമാഹരിച്ച് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ തബയ്യനൽ ഫിഖ്, ആ ഹദീസിന്റെ ഫിഖ്, അതിനുള്ള ശരിയായ ജ്ഞാനം വ്യക്തമായി കിട്ടും. അതുകൊണ്ട് തന്നെ ഈ മുസ്തരിഖുസ്സമിന്റെ കാര്യം ജംഉ തുറുക്കിലൂടെ
ജംഉൽ അസാനീദിലൂടെ, ജംഉൽ ഫാളിഹ വ ശവാഹിദിഹ, അതിലൂടെ നമ്മൾ പരിശോധിച്ചാൽ ജിബ്രീൽ അങ്ങനെ പറയും. ഒന്നാമത്തെ ആകാശത്തിലുള്ളവരോട്, രണ്ടാമത്തെ ആകാശത്തിലുള്ളവരോട്, മൂന്നാമത്തെ ആകാശത്തിലുള്ളവരോട്, അങ്ങനെ വന്നിട്ട് ഒന്നാമത്തെ ആകാശത്തിലെത്തും. ഒന്നാമത്തെ ആകാശത്തിലെത്തിയതിന് ശേഷം മലക്കുകൾ ഒന്നാമത്തെ ആകാശത്തിൽ വന്നിട്ട് പിന്നീട് കാർമേഘങ്ങളിൽ മലക്കുകൾ ഇറങ്ങിയിട്ട് അങ്ങനെ ആ കാർമേഘത്തിൽ ഇരുന്നു കൊണ്ട് മലക്കുകളിൽപ്പെട്ട ഒരാൾ ജിബ്രീൽ മറ്റുള്ളവരോട്, അല്ലെങ്കിൽ ആ കേട്ട ആൾ മറ്റൊരു മലക്കിനോട് പറയുമ്പോൾ ഒന്നാമത്തെ ആകാശത്തിൽ, അഥവാ തൊട്ട് നമ്മോടടുത്തിരിക്കുന്ന ആകാശം, അതാണ് ഒന്നാമത്തെ ആകാശം. ആ ആകാശത്തിൽ വന്ന് മലക്കുകൾ കാർമേഘത്തിലിറങ്ങി ആ കാർമേഘത്തിലിരുന്ന് മലക്കുകൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചാണ് മുസ്തരിഖുസ് സമ്, കട്ട് കേൾക്കുന്ന ആളുകൾ കട്ട് കേൾക്കാൻ മെനക്കെടുന്നത്. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു? ഇത് പറഞ്ഞത് ജംഉ തുറുഖിലൂടെയാണ് പറയുന്നത്. ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് മർഫൂആയി നബിയിലേക്ക് ചേർത്ത് പറയുന്ന റിവായത്തായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൽ മലായിക തൻസിലു ഫിൽ അനാൻ, മലക്കുകൾ അങ്ങനെ ഇറങ്ങും. എവിടെ ഇറങ്ങും? ഫിൽ അനാൻ, അനാനിൽ ഇറങ്ങും. അനാൻ എന്ന് പറഞ്ഞാൽ വഹുവ സഹാബ്, അത് കാർമേഘങ്ങളാണ്. ഫതൽകുറുൽ അംറ ഖുദിയ ഫിസ് സമാ, അങ്ങനെ മലക്കുകൾ പറയും, ഒരാൾ മറ്റൊരാളോട് പറയും, അങ്ങനെ അവർ വാങ്ങും കൊടുക്കും, കൊണ്ടു കൊടുക്കും. എന്ത്? അൽ അംറ ഖുദിയ ഫിസ് സമാ, ഏഴാമത്തെ ആകാശത്തിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്റെയും ഉപരിയിൽ വെച്ച്, അവിടെ വെച്ച് തീരുമാനമാക്കപ്പെട്ട, അള്ളാഹ് വിധിച്ചിട്ടുള്ള, അള്ളാന്റെ ആ വിധി എന്നിട്ട് ജിബ്രീലിന് കൊടുത്തിട്ടുള്ള, ജിബ്രീൽ അത് ഏറ്റുവാങ്ങിയിട്ടുള്ള ആ കാര്യം അള്ളാഹ് അവിടെ വെച്ച് വിധിച്ച് ജിബ്രീലിന് വഹയിലൂടെ നൽകിയിട്ടുള്ള ആ കാര്യം മലക്കുകൾ ഒന്നാമത്തെ ആകാശത്തിൽ കാർമേഘത്തിലിരുന്ന് പറയുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചാണ് പിശാചുക്കൾ മെല്ലെ കട്ട് കേൾക്കുന്നത്. പിശാചുക്കൾ കട്ട് കേൾക്കുന്നത്. അങ്ങനെ അനാനിൽ വെച്ച്, സഹാബിൽ വെച്ച്, ഒന്നാനാകാശത്തിന് താഴെയുള്ള കാർമേഘത്തിൽ വെച്ച് മലക്കുകൾ ഉപരിലോകത്ത് വെച്ച്, വാനലോകത്തിന്റെ ഉപരിയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളതായ, ജിബ്രീലിന് കൈമാറിയിട്ടുള്ളതായ ആ അംറിനെ കുറിച്ച് ഈ അനാനിൽ വെച്ച്, കാർമേഘത്തിൽ വെച്ച് മലക്കുകൾ വാങ്ങുകയും കൊടുക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സന്ദർഭത്തിലാണ് പിശാചുക്കൾ അത് കട്ട് കേൾക്കുന്നത്. ഫതൂഹീഹി ഇലൽ കുഫാർ, എന്നിട്ട് അത് കട്ട് കേൾക്കാൻ അവസരം കിട്ടിയാൽ ആ കട്ട് കേട്ടത് പിശാചുക്കൾ ജ്യോത്സ്യന്മാർക്ക് അത് കൈമാറുകയാണ് പതിവ്. അപ്പൊ ജ്യോത്സ്യന്മാര് അവര് പറയുന്നതിൽ ഒന്ന് ശരിയുണ്ടാകും, 99 നുണയായി. ആ ഒന്നിന്റെ ബലത്തിലാണ് ജ്യോത്സ്യന്മാരുടെ പിന്നാലെ ജനങ്ങൾ കൂടുന്നത്. മനുഷ്യന്മാർക്ക് കുറെ ദൗർബല്യം. ആ ദൗർബല്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 99 കള്ളവും ഒരു സത്യവും ചേർത്തിട്ടൊന്ന് കൂട്ടിക്കുലുക്കിയിട്ട് മനുഷ്യന്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ അത് ചാടിപ്പിടിക്കും. എന്നാൽ വേറൊരു പാത്രത്തിൽ 100 സത്യമായിട്ടുള്ളത് എടുത്തു വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഫിയായത് മനുഷ്യന് വേണ്ട. മനുഷ്യന്മാര് പിന്നാലെ പോകുക, ഇങ്ങനെ കൂടിക്കലർന്നതിന്റെ പിന്നാലെയാണ് പോകുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവചനക്കാരൻ എന്ത് കളവ് പറഞ്ഞാലും അവന്റെ പിന്നാലെ പോകും. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വലിയ വലിയ ഈ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്ന വലിയ വലിയ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാര് ഓരൊക്കെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും കാട്ടിലോ അടുപ്പിലോ കയറി കുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ജ്യോത്സ്യോ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാ. അല്ലാതെ നിങ്ങൾ വിചാരിക്കും രാഷ്ട്രീയ ഭാവിയെ കുറിച്ചൊക്കെ ഇവര് കൂലങ്കഷമായി ചിന്തിച്ച് അവരത് കണക്കുകൂട്ടി നന്നായിട്ട് അതിനെ സംബന്ധിച്ച് പഠിച്ചു. ഒരു ചുക്കൂല, ഒരു അലക്കിയില്ല, വെറുതെ പറയാം. ഏതെങ്കിലും ഒരു സന്യാസി സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ഉടുതുണി ഇല്ലാത്തൊരു സന്യാസനോ ചെന്നിട്ട് ഇവരോട് എന്തെങ്കിലും ഒരു നുണ പറയും, ഇത്രാം വർഷത്തിലേക്ക് പ്രധാനമന്ത്രിയോ പിന്നെ പ്രധാനമന്ത്രി ആകാൻ വേണ്ടി കുപ്പായിട്ട് നടക്കാം. ഈ ജ്യോത്സ്യന്മാർ പറയണതോ ഇത് 99 നുണയാണെന്ന് ഇവർക്ക് തന്നെ അറിയാം. ഒരു സത്യം ചിലപ്പോൾ ഇതിലുണ്ടാകാം. ആ ഒരു സത്യത്തിന്റെ ബലത്തിൽ 99ന്റെ പിന്നാലെ പോകാൻ മാത്രം ദുർബലമാണ്, ശബലമാണ് മനുഷ്യപ്രകൃതി. അത് മനസ്സിലാക്കുക. അത് മനുഷ്യന്റെ, എന്നാലും ഒന്ന് ശരിയായില്ലേ, ആ കൂട്ടത്തിൽ ഇത് ശരിയായാലോ, ഇതായിരിക്കും അവന്റെ പ്രതീക്ഷ.
ആ ജ്യോത്സ്യൻ അല്ലെങ്കിൽ ആ സന്യാസി പറഞ്ഞതിൽ ഒന്ന് ശരിയായിട്ടുണ്ടല്ലോ. അന്ന് അവിടെ അർജന്റീനന്റെ എന്താണ് ടീം ജയിക്കും എന്ന് ആ സന്യാസി പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആ ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ബ്രസീൽ ജയിക്കും എന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയോ പരസ്യടിച്ചു, അല്ലെങ്കിൽ യോജിച്ചു വന്നു, അല്ലെങ്കിൽ വേറുള്ളത് കൊണ്ട് ഒത്തു, എന്തായിരിക്കാം. ഏതാണെങ്കിലും ശരി, അത് വെച്ചുകൊണ്ട് പിന്നെ കംപ്ലീറ്റ് ഇവരുടെ പിന്നാലെ, അല്ലെങ്കിൽ അന്ന് ഇന്നൊരു നേതാവ് അധികാരത്തിൽ വരും, ഇക്കഡോറിൽ ഇന്ന ആൾ അധികാരത്തിൽ വരും എന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. അത് സത്യമായില്ലേ? എന്നാലും എന്റെ കാര്യത്തിലും ആ പ്രവചനം ശരിയാണെങ്കിലോ 2016 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രധാനമന്ത്രിയാവും എന്ന് വെച്ചിട്ട് ഓരോരുത്തർക്ക് ഉപ്പായടിച്ചങ്ങനെ നടത്തും. ഇതാണ് ജ്യോത്സ്യന്മാരെ പണി. ശരിക്കും ജ്യോത്സ്യന്മാരിൽ 99 നുണയും ഒന്നേ ചിലപ്പോൾ സത്യം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുകയും ചെയ്യുള്ളൂ. ഇത് മാത്രമല്ല, ഈ കാര്യം ഇമാം ബുഖാരി തന്നെ തന്റെ സഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇത് തന്നെയും വേറെയും റിവായത്ത് വന്നിട്ടുണ്ട്. വേറെയും റിവായത്ത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം. വയുഖ്ബിറു അഹ്ലു കുല്ലി സമാഇൻ സമാഅ. അങ്ങനെ ഉപരിയിൽ വെച്ച് അല്ലാഹു ഖളാഅ് നടത്തിയിട്ടുള്ള വിധിച്ചിട്ടുള്ളതായ ആ അംറ്, ജിബ്രീൽ അലൈഹിസ്സലാമിന് വഹയിലൂടെ അല്ലാഹ് കൈമാറിയിട്ടുള്ളതായ ആ അംറ്, അത് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പോകുമ്പോൾ, ഓരോ ആകാശത്തിലൂടെയും കടന്നു പോകുമ്പോൾ, അതത് ആകാശങ്ങളിലെ മലക്കുകൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജിബ്രീൽ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഓരോ ആകാശത്തിലെയും നിവാസികൾ പരസ്പരം അത് കൈമാറുന്നു. ഹത്താ യൻതഹിയൽ ഖബർ ഇലാ ഹാദ സമാ. ഇമാം അഹ്മദിന്റെ റിവായത്താണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ ആ കാര്യത്തെക്കുറിച്ചുള്ള വൃത്താന്തം ഒന്നാമത്തെ ആകാശത്തിലേക്ക്, നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ആകാശം അഥവാ ഒന്നാമത്തെ ആകാശത്തിലേക്ക് എത്തുന്നു. ഒന്നാമത്തെ ആകാശത്തിലേക്ക് എത്തിയാൽ ഒന്നാമത്തെ ആകാശത്തിൽ ജീവിക്കുന്ന ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ അവരെന്ത് ചെയ്യുകയാണ്? അവർ ഇത് പരസ്പരം കൈമാറുന്നു. ഇതാ ഇങ്ങനെ ഒരു അംറ് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? വിധിച്ചിട്ടുണ്ട്. ആ കാര്യം അള്ളാഹു ജിബ്രീലിനെ അറിയിച്ചിട്ടുണ്ട്. ജിബ്രീൽ ആ വിഷയം ഓരോ ആകാശലോകത്തുമുള്ള ആളുകൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഒന്നാമത്തെ ആകാശത്തിലുള്ള മലക്കുകൾക്ക് എത്തുകയും മലക്കുകൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ, വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ വയഹ്ഫുൽ ജിന്നു അസ്സം. ആരാണ് ആ കത്ത് കേൾക്കുന്ന ആള്? ജിന്ന് വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ പിശാചുക്കളാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഫയുർമൗൻ. അങ്ങനെ അവർ കത്ത് കേൾക്കാൻ ശ്രമിക്കുമ്പോ നിർഭയം, ഒരു തടസ്സമല്ലാതെ നിരങ്കുശം അവർക്കത് കേട്ടുപോരാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഫയുർമൗൻ. അവർക്ക് ഏറുകൊള്ളും. എന്തുകൊണ്ടാ ഏറ്? നമ്മളറിയണ മാതിരി മൊബൈൽ എടുത്തിട്ടൊന്നുമല്ല ഏറ്. അവർ ജിന്നുകൾക്ക് കിട്ടുന്ന ഏറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഹാബുകൾ കൊണ്ടാണ്, ഷുഹുബുകൾ കൊണ്ടാണ്. ഷിഹാബ് ഷുഹബ് എന്ന് പറഞ്ഞാൽ ഉൽക്ക എന്ന് നമ്മൾ പറയും. കൊള്ളിമീൻ കൊണ്ടവർ എറിയും. അങ്ങനെ അവിടെ നിന്ന് തട്ട് കേൾക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ള കാര്യം അത് അതിൻ്റെതായ ശരിയായ രൂപത്തിൽ കൂട്ടാതെ കുറക്കാതെ അവർ കൊണ്ടുവന്നാൽ അത് ഹക്കാണ്. വലാകിന്നഹും യഖരിഫൂന വയസീദൂൻ. മറിച്ച് അവർ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും അതിലേക്ക് അവർ ചമച്ചുണ്ടാക്കി പലതും കൂട്ടിക്കലർത്തുകയും ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ജിന്നിന് കിട്ടിയ ജിന്നിന്റെ ബന്ധുക്കളാണ് ജ്യോത്സ്യന്മാരും സാഹിരീങ്ങളും കഹാനീങ്ങളും അറാഫീങ്ങളും ഒക്കെ ഓൽക്ക് കൊടുക്കുന്നു. അങ്ങനെ ജിന്നിലും ഇൻസിലും പെട്ടിട്ടുള്ള ഈ പിശാചുക്കൾ അവരുടെ വക 99 കൂട്ടിയിട്ട് അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. ഇതാ ചെയ്യുന്നു. ഇത് ആദ്യകാലത്ത് ഇതെന്തുണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നു ഈ ഏറ്. അതുപോലെ തന്നെ കട്ടുകേൾക്കൽ നേരത്തെ ഉണ്ടായിരുന്നു, ജാഹിലിയ്യത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കൊടുക്കുന്നതിന്റെ മുമ്പ് ഈ സംഭവം ഉണ്ടായിരുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണത്? ഒരിക്കൽ നബിയും സഹാബത്തും ഒരുമിച്ചിരുന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഒരു കൊള്ളിമീൻ അങ്ങോട്ട് പാഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് അതിൽ നിന്നുള്ള ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷി ആകാശത്തിലൂടെ ചിറക് വിടർത്തി പാറിയിട്ടുണ്ടെങ്കിൽ ഇല്ലാ ദക്കറ ലനാ മിൻഹു ഇൽമ, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൽമുണ്ടെങ്കിൽ അവിടെ വെച്ചത് പറയാതെ പോയിട്ടില്ല. അപ്പൊ ചോദിച്ചു, ഈ കൊള്ളിമീൻ നിങ്ങൾ കണ്ടല്ലോ, ഉൽക്ക നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ അതിനെക്കുറിച്ച് ജാഹിലിയ്യത്തിൽ എന്താണ് പറഞ്ഞിരുന്നത്?
മുഹമ്മദ് നബിയെ നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ്, റസൂലുള്ളാഹിക്ക് വഹി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ചോദിക്കുന്നത്. ജാഹിലിയ്യത്തിൽ എന്താ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ സദസ്സിലിരുന്ന ആളുകൾ അതിന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ ജാഹിലിയ്യത്തിൽ അതിനെക്കുറിച്ച് വിശ്വസിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് ഒരു മഹാൻ ജനിച്ചു അല്ലെങ്കിൽ ഒരു മഹാൻ മരിച്ചു എന്നാണ്. ഉലിദൽ യൗമ അളീം ഔ മാതൽ യൗമ അളീം, ഇന്നേ ദിവസം ഒരു മഹാൻ ജനനം കൊണ്ടിട്ടുണ്ട്, ഇന്നേ ദിവസം ഒരു മഹാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ദേഹവിയോഗം നടത്തിയിട്ടുണ്ട്. ഇതാണ് അവർ പറയാറുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനം, അതിന്റെ ബാക്കി പിന്നെ വിശദീകരിക്കാം. അതിൽ നിന്ന് ഉറപ്പാണ് എന്തുണ്ട്, ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിക്ക് വഹി നൽകുന്ന ആ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒന്നാം ആകാശത്തിൽ ജിന്നുകൾ കട്ടുകേൾക്കുന്ന സ്വഭാവം നിലനിന്നിരുന്നു എന്നും, കട്ടുകേൾക്കുന്ന സന്ദർഭങ്ങളിൽ ഫയുർമൗൻ, അവർക്കെതിരിൽ ശിഹാബുകൾ പ്രയോഗിക്കപ്പെടാറുണ്ട്, ഉൽക്കകൾ കൊണ്ടവരെ തുരത്താറുണ്ട് എന്നുള്ളതും ജാഹിലിയ്യത്തിലെ ഉള്ള കാര്യമാണ്. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സായി. 40 വയസ്സായപ്പോ അള്ളാഹ് മുഹമ്മദ് നബിയെ നബിയായിട്ട് നിയോഗിച്ചപ്പോ വഹി കൊടുക്കാൻ പോവുകയാണ്. ആ വഹി കൊടുക്കുന്ന സന്ദർഭത്തിൽ ഫഗല്ലൗ, ഈ ഏറ് ശക്തമാക്കി. അല്ലാത്ത കാലങ്ങളിൽ ജാഹിലിയ്യത്തിന് കുറച്ചു കാര്യങ്ങളാണ് ഇങ്ങനെ ഇവർ കട്ടുകേൾക്കാനും മലക്കുകൾ പരസ്പരം പറയാനും കട്ടുകേൾക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ വളരെ കുറച്ച് മാത്രമാണ്. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയോഗം കിട്ടിയതിന് ശേഷം വഹി ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, വഹി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള യുദ്ധം, അതിൽ ആര് ജയിക്കും ആര് തോൽക്കും, അവിടെ എന്ത് ചെയ്യണം ഇവിടെ എന്ത് ചെയ്യണം, ഹൈബറിൽ എന്ത് വേണം, ഹന്തത്തിൽ എന്ത് വേണം, ബദറിൽ എന്ത് വേണം, ഉഹദിൽ എന്ത് വേണം, അവിടെ വരുന്ന ചതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അള്ളാന്റെ ഖളായികൾ, അള്ളാന്റെ ആജ്ഞകൾ, അള്ളാന്റെ അമ്രുകൾ, അള്ളാഹ് ഉപരിലോകത്ത് വെച്ച് തീരുമാനിച്ച് ആജ്ഞാപിച്ച് വഹിയിലൂടെ കൊടുത്ത കാര്യങ്ങൾ അത് ജിബ്രീൽ മുഖേന മലക്കുകളിലേക്ക് എത്തുകയും മലക്കുകൾ അത് കൈമാറുകയും ചെയ്യുമ്പോ അത് ജിന്നുകൾ കട്ട് കേൾക്കാൻ തുടങ്ങും. ആ കട്ട് കേൾക്കുമ്പോൾ റമി ശക്തപ്പെടും. അവരെ ശിഹാബുകൾ കൊണ്ട്, ഉൽക്കകൾ കൊണ്ട് കട്ട് കേൾക്കുന്നവരെ തുരത്തുക എന്നുള്ളത് തഗ്ലീബ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. അതുകൊണ്ടാണ് സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വചനമായി എടുത്തുദ്ധരിച്ചത് വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സം ഫമൻ യസ്തമിഉൽ ആന യജിദ് ലഹു ശിഹാബൻ റസദാ വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സം. ഞങ്ങൾ ഇതേമാതിരി കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പതിയിരുന്ന് കേൾക്കാറുണ്ടായിരുന്നു. തഞ്ചം നോക്കി തക്കത്തിനൊത്ത് ചെവി വെച്ചു കൊടുത്തിട്ട് ഞങ്ങൾ കട്ട് കേൾക്കുന്ന പതിവുണ്ടായിരുന്നു. അന്ന് ഇത്രത്തോലെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴൊക്കെയാണ് ഒരു ഉൽക്ക കൊണ്ട് തുരത്തലുണ്ടായിരുന്നത്. എന്നാൽ ഫമൻ യസ്തമിഉൽ ആൻ, ഇന്നൊരാൾ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ യജിദ് ലഹു ശിഹാബൻ റസദാ, ഒരു രക്ഷയില്ല. അവരെ ഒരുങ്ങി നിന്ന് വരുന്ന, കാത്തിരിക്കുകയാണ്, പതിയിരിക്കുകയാണ്. കട്ട് കേൾക്കുന്നുണ്ടോ അപ്പൊ തുരത്തണം. അങ്ങനെയുള്ള ശിഹാബ് പതിയിരുന്ന് അവനെതിരിൽ പിന്നെ ആഞ്ഞടിക്കുന്ന ശിഹാബുകൾ അവനെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇന്നത്ര എളുപ്പമല്ല. പണ്ടുകാലത്ത് ഇല്ല എന്നല്ല, പണ്ടുകാലത്ത് ഉള്ളതിനേക്കാൾ തഗ്ലീബ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വഹി ആരംഭിച്ചതിനു ശേഷം അത് നിന്നുപോയി എന്ന് ചില ആൾക്കാർ പറയും. അതും പറയാം, നിന്നുപോയിട്ടുമില്ല. തഗ്ലീബ് ഉണ്ടാവില്ല. റസൂലുള്ളാഹിക്കുള്ള ആ ബിഅ്സത്തിന്റെ സന്ദർഭത്തിൽ, വഹീന്റെ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന തഗ്ലീബ് ഒഴിവായിട്ടുണ്ടാകാം എന്നതല്ലാതെ നിന്നുപോയി എന്ന് പറയുന്നതിന് ഒരു തെളിവുമില്ല. കാരണം അള്ളാന്റെ അമ്രുകൾ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അത് അവസാനിക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് വെച്ച് അവന്റെ ഇച്ഛക്കനുസരിച്ച് അവൻ പലതും വിധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ വിധിക്കുന്ന കാര്യങ്ങൾ വഹയിന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന കാര്യങ്ങൾ ജിബ്രീൽ മലക്കുകൾക്ക് കൈമാറുകയാണ്. ഒന്നാമത്തെ ആകാശത്തിലുള്ള മലക്കുകൾക്ക് ആ വിവരം കിട്ടിയാൽ അവരത് പരസ്പരം കൈമാറുമ്പോൾ അത് കട്ടുകേൾക്കാൻ ഇന്നും ജിന്നിൽപ്പെട്ടിട്ടുള്ള പിശാചുക്കൾ ശ്രമിക്കുമ്പോൾ ഇന്നും അവരെ തുരത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള
ഷിഹാബുകൾ ഉൽക്കകൾ പ്രയോഗിക്കുന്നുണ്ടാകും. പക്ഷെ കാലത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്തായിരുന്നുവെങ്കിൽ അതിൽ തഗ്ലീബ് വന്നിട്ടുണ്ട്. അന്ന് ശക്തമായി അവരെ തുരത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ആ റിവായത്തിൽ വന്നതുമാണ്, ഖുർആനിന്റെ വചനത്തിൽ അത് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഏതാണെങ്കിലും ശരി. അപ്പോ ആകാശത്തിൽ വെച്ച് കട്ടുകേൾക്കുന്ന പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ആകാശമല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കരുതേണ്ടതില്ല, അത് ഇവിടെയാണ്. എന്നിട്ട് പറഞ്ഞു മുസ്തരിഖുസം കട്ടുകേൾക്കും. മുസ്തരിഖുസം ചെവി കട്ടുകേൾക്കുന്നവൻ, കേൾവി കക്കുന്നവൻ എന്നാണ്. മുസ്തരിഖുസം കേൾവി കക്കുന്നവൻ, അഥവാ നമ്മൾ കട്ട് കേൾക്കുന്നവർ എന്ന് പറയും. അറബിയിലും മലയാളത്തിലുള്ള പ്രയോഗം തമ്മിലുള്ള വ്യത്യാസമാണ്. അറബികൾ സാധാരണ എണ്ണ വെക്കാറുണ്ട്, നമ്മൾ സോപ്പിടുക എന്ന് പറയും. അതൊക്കെ പ്രയോഗ വ്യത്യാസമാണ്. എന്നാലും മുസ്തരിഖുസം കേൾവി കക്കുന്നവൻ അഥവാ കട്ട് കേൾക്കുന്നവൻ, നമ്മൾ തിരിച്ചു പറയുന്നു എന്ന് മാത്രം. അവരെങ്ങനെയാണ് മുസ്തരിഖുസം, അങ്ങനെയാണ് ഹാക്കദ, ഇങ്ങനെയാണ് അവര് എന്ന് പറഞ്ഞിട്ട് ബഅ്ളുഹു ഫൗഖ ബഅ്ള്, ഒരാൾ മറ്റൊരാളുടെ മീതയായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വവസ്വഫഹു, കട്ട് കേൾക്കാൻ ചെല്ലുന്ന ഈ ജിന്ന് എങ്ങനെയാണ് കട്ട് കേൾക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വസഫഹു, അത് വർണ്ണിച്ചു തന്നു സുഫിയാൻ ഇത് ഇബ്നു ഉയൈന. സുഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബു മുഹമ്മദ് അൽ ഹിലാലി അൽ കൂഫി അൽ മക്കി, ഇമാമുൻ സബ്തുൻ ഹാഫിളുൻ ഫിഖ ഹുജ്ജ. സുഫിയാൻ ഇബ്നു ഉയൈനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഫിയാൻ ഇബ്നു ഉയൈന അദ്ദേഹം ആ കാര്യം വർണ്ണിച്ചു കൊടുത്തു ബികഫിഹി, അദ്ദേഹത്തിന്റെ കഫ് കൊണ്ട്. എങ്ങനെയാണ് കഫ് കൊണ്ടത് വർണ്ണിച്ചത്? ഫഹറഫഹ, അദ്ദേഹത്തിന്റെ കഫ് അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ ഒന്ന് ചെരിച്ചു പിടിച്ചു. എന്നിട്ട് വബദ്ദദ ബൈന അസാബിഇഹി, അതിലുള്ള വിരലുകൾ വിടർത്തിപ്പിടിച്ചു. എന്നിട്ട് ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് ഇങ്ങനെ ഒരു ജിന്ന്, ആ ജിന്നിന്റെ മീതെ വേറൊരു ജിന്ന്, അതിന്റെ മീതെ വേറൊരു ജിന്ന്, അവരങ്ങനെ കേറിപ്പോകും. അങ്ങനെ കേറിപ്പോയിട്ട് കാർമേഘങ്ങളുടെയും മുകളിൽ പോയി അവസാനം മലക്കുകൾ തമ്മിൽ വല്ലതും കൈമാറുന്നുണ്ടെങ്കിൽ കട്ട് കേൾക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഈ കാര്യം സുഫിയാൻ തന്റെ കൈപ്പത്തികൾ ചെരിച്ചു പിടിച്ചുകൊണ്ടും വിരലുകൾ വിടർത്തിപ്പിടിച്ചുകൊണ്ടും അവർക്ക് വർണ്ണിച്ചു കൊടുത്തു. ഫയസ്മഉൽ കലിമ, അങ്ങനെ അവർ കട്ട് കേൾക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വാക്ക് അവർക്ക് കേൾക്കാൻ പറ്റും. ഫയസ്മഉ അൽ കലിമ ഫയുൽഖീഹാ ഇലാ മൻ തഹ്തഹു, അങ്ങനെ കേട്ട ഉടനെ തന്നെ കേട്ട ജിന്ന് തൊട്ട് താഴെയുള്ള ജിന്നിന് അത് ഇട്ടു കൊടുക്കും. അയാൾ തൊട്ട് താഴെയുള്ള ജിന്നിന് കൊടുക്കും. ഇങ്ങനെ അവരൊരു നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ ആ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. സുമ്മ യുൽഖീഹൽ ആഖറു ഇലാ മൻ തഹ്തഹു, അങ്ങനെ മറ്റേ ആൾ അയാളുടെ താഴെയുള്ള ആൾക്ക് കൊടുക്കും. ഹത്താ യുൽഖീഹാ, അവസാനം അവരാ കട്ട് കേൾക്കാൻ കിട്ടിയ ഒരു വാക്ക് അതവർ കൊണ്ടുപോയി നൽകും. അലാ ലിസാനി സാഹിർ അവിൽ കാഹിൻ, അലാ ലിസാനി സാഹിർ അവിൽ കാഹിൻ, ഒന്നുകിൽ ഒരു ജ്യോത്സ്യന്റെ നാവിലേക്ക് ഇട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഒരു പ്രവചനക്കാരന്റെ, ഭാവി പ്രവചിക്കുന്നവന്റെ നാവിലേക്ക് അത് കൊണ്ടുപോയി ഇട്ടുകൊടുക്കും. വറുബ്ബമ അദ്റകഹു ശിഹാബ്, ചിലപ്പോൾ ആ ഒരു വാക്ക് കട്ട് കേൾക്കുന്നതിനിടയിൽ തന്നെ ശിഹാബ് അവനെ പിടികൂടും. ആ ജിന്നിനെ വന്നുകൊണ്ട് ശിഹാബ് പിടികൂടും, അഥവാ ഉൽക്ക അവനെ പിടികൂടും, അവനെ തുരത്തിവിടും. ഖബ്ല അൻ യുൽഖിയഹ, കട്ട് കേട്ടിട്ടുള്ള ആ വാക്ക് തൊട്ട് താഴെയുള്ള ആൾക്ക് ഇട്ടുകൊടുക്കുന്നതിന് കൈമാറുന്നതിന് മുമ്പ് ശിഹാബ് അവനെ തുരത്താം. വറുബമ അൽഖാഹ, ചിലപ്പോൾ ആ വാക്ക് അവന് താഴെയുള്ളവൻ ഇട്ടുകൊടുക്കാൻ കൈമാറാൻ സാധിക്കും. ഖബ്ല അൻ യുദ്രികഹു, ആ ശിഹാബ് അല്ലെങ്കിൽ ഉൽക്ക അവനെ തുരത്തുന്നതിന് മുമ്പ്. ചിലപ്പോ ഉൽക്ക അവനെ തുരത്തുന്നത് ആ വാക്ക് ഇട്ടുകൊടുത്തതിന് ശേഷമായിരിക്കും, ചിലപ്പോൾ ഇട്ടുകൊടുക്കുന്നതിന് മുമ്പായിരിക്കും. ഫയക്ദിബു മഅഹ, അങ്ങനെ ആ കട്ടുകേട്ട ഒരു കലിമ, ഒരു വാക്കുണ്ടല്ലോ, അതിന്റെ കൂടെ അവൻ കളവ് ചേർക്കും. മിഅത കദിബത്തിൽ, 100 കളവ് ചേർക്കും. ഫയുഖാൽ, അങ്ങനെ പിന്നീട് മനുഷ്യലോകത്ത് അതിനെക്കുറിച്ച് പറയപ്പെടുന്നത് എന്തായിരിക്കും? അലൈസ ഖദ് ഖാല ലനാ യൗമ കദാ വകദ, ഇന്ന ദിവസത്തിൽ അയാൾ ഇന്നതിന്നത് നമ്മളോട് പറഞ്ഞില്ലേ, അത് അതേമാതിരി പുലർന്നില്ലേ, അത് സത്യമായിരുന്നില്ലേ? ആ ഒരു വാക്ക് അത് സത്യമാണ്, അത് പുലർന്നു, അത് അതേ രൂപത്തിൽ സംഭവിച്ചു എന്നതിന്റെ പേരിൽ ആ മറവിൽ 100 കളവുകൾ ഇവർ മാർക്കറ്റ് ചെയ്യും. ഫയുസദ്ദഖു ബിതിൽകൽ കലിമ, അങ്ങനെ ആ ജ്യോത്സ്യൻ അല്ലെങ്കിൽ ആ പ്രവചനക്കാരൻ അയാൾ സത്യപ്പെടുത്തപ്പെടും. മനുഷ്യലോകത്ത് അയാൾക്ക് സ്വീകാര്യത ലഭിക്കും. ബിതിൽകൽ കലിമ, ആ ഒരു വാക്ക് മുഖേന. അല്ലത്തി സുമഅത്ത് മിനസ്സമാ, ആകാശത്തിൽ നിന്ന് കട്ട് കേട്ടിട്ടുള്ള, എന്നിട്ട് അവരുടെ ജിന്നിൽപ്പെട്ടിട്ടുള്ള അവരുടെ സഹായികൾ അവർക്ക് കൈമാറിയിട്ടുള്ള ആ ഒരു വാക്കിന്റെ പേരിൽ.
പിന്നെ 100 കെദിബുകൾ അവർ പരത്തുകയും അതിൽ മുഴുവനും അവർ സത്യപ്പെടുത്തപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് കാര്യം. അപ്പൊ ഇത് മുഴുവനും കിട്ടിയെന്നല്ല. അപ്പൊ ആയത്ത് ഇത് ഈജാസ്, അങ്ങേയറ്റത്തോളം ഈജാസാണ് ആയത്തും ഇതിന്റെ ഹദീസുകൾ. അതിലെ മുഴുവൻ ആശയങ്ങളും വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മറ്റ് റിവായത്തുകളിൽ വന്നിട്ടുള്ള മഅലൂമാത്തുകൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം വായിക്കാൻ. അപ്പോഴത് പൂർണ്ണമായി ഗ്രഹിക്കുള്ളൂ. ഫീഹി മസാഇൽ. രണ്ടാമത്തെ ഹദീസ് ഞാൻ ആദ്യം വായിച്ചു, ആദ്യത്തെ ഹദീസ് രണ്ടാമത് വായിച്ചത് കഴിഞ്ഞ തവണയും വായിച്ചതാണ്. പക്ഷെ അത് ഒരു ധൃതിയിലായതുകൊണ്ട് ആവർത്തിച്ചു എന്ന് മാത്രം. ഈ അധ്യായത്തിൽ ചില മസലകളുണ്ട്. നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം എന്ത് എന്നുള്ളതാണ്. കിതാബ് തൗഹീദിൽ ഈ അധ്യായം എടുത്തു ചേർത്തതിന്റെ പ്രസക്തി എന്താണ്, അത് മസായിലേക്ക് വരുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. തഫ്സീറുൽ ആയ. ആദ്യം വേണ്ടത് ആയത്തിന്റെ സൂറത്ത് സബയിൽ നിന്നുള്ള 23ാമത്തെ ആയത്തിന്റെ തഫ്സീറാണ്. അത് ഞാൻ ഇബ്നു ജരീറിനെയും ആദ്യം സഹാബി വര്യന്മാരായിട്ടുള്ള ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, അബൂ അബ്ദുറഹ്മാൻ സുലമി പോലെയുള്ള സഹാബി വര്യന്മാരിൽ നിന്ന്, അതുപോലെ ഹസന്, ഖതാദ, ശഅബി പോലെയുള്ള താബിഈ വര്യന്മാരിൽ നിന്ന് ഒക്കെ വന്നിട്ടുള്ള റിവായത്ത് പ്രകാരം പറഞ്ഞു. ഇദാ ഫുസ്സിഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലൽ ഫസഉ അൻ ഖുലൂബിഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളുടെ കൽബാണ്. എന്താണ് അവർക്ക് ഭയമുണ്ടാകാനുള്ള കാരണം? അള്ളാഹുവിനോടുള്ള ഭയപ്പാടാണ്. എപ്പോഴാണ് അത് വരുന്നത്? അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് വഹയിലൂടെ കൈമാറാൻ ഉദ്ദേശിക്കുമ്പോഴാണ്. അപ്പൊ അവർക്ക് മാത്രമല്ല, ആകാശത്തിന് പോലും ശക്തമായ ഒരു കിടിലം, ആകാശം പോലും ശക്തമായി കിടിലം കൊള്ളുന്നു. പിന്നീട് അവർ സുജൂദിൽ വീഴുന്നു, അള്ളാഹനെ ഭയപ്പെടുന്നു, സുജൂദിൽ വീഴുന്നു, ബോധരഹിതരായിത്തീരുന്നു. പിന്നീട് അവർ തല ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. അതിനി ആവർത്തിക്കേണ്ടതില്ല. അൽ മസലത്തു സാനിയ മാ ഫീഹാ മിനൽ ഹുജ്ജ അലാ ഇബ്താലി ശിർക്ക്. ഇതാണ് മുനാസബത്തു ഹാദിഹിൽ അദില്ല വഹാദൽ ബാബ് ബിൽ കിതാബ്. ഈ ഗ്രന്ഥവുമായിട്ട്, ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാന പ്രമേയവുമായിട്ട് ഈ അധ്യായത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള തെളിവുകൾക്കുള്ള ബന്ധം ഇവിടെയാണ് കാണാൻ. ഇതിനുണ്ട് ഹുജ്ജത്തുണ്ട് അലാ ഇബ്താലി ശിർക്ക്. ശിർക്ക് ബാത്തിലാണ്, ശിർക്ക് അന്യായമാണ്, അത് വ്യാജവും അന്യായവും കടുത്ത തെറ്റുമാണ് എന്നതിനുള്ള തെളിവിതിലുണ്ട്. ഖുസൂസൻ മൻ തഅല്ലഖ അല സ്വാലിഹീൻ. പ്രത്യേകിച്ചും ശിർക്ക് എന്ന് പറയുന്നത് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാണ്? അത്തഅല്ലുഖു ബിസ്സാലിഹീൻ. സ്വാലിഹീങ്ങൾ അവരുമായിട്ട് തഅല്ലുഖാകുക. അള്ളാഹുവിനോട് നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിയുകയും നമ്മുടെ ഹൃദയം ഏതിനും അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യേണ്ടുന്നതിനു പകരം ഇടനിലക്കാരിലേക്ക് നമ്മുടെ ഹൃദയം തിരിയുകയും നമ്മുടെ മനസ്സ് അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുക. അതിന് ഇടനിലക്കാരായി സ്വീകരിക്കുന്നത് സ്വാലിഹീങ്ങളെയാണ്. അങ്ങനെ സ്വാലിഹീങ്ങളെ അവരിൽ നമ്മുടെ മനസ്സ് ആശ്രയം കണ്ടെത്തുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന ആ ശിർക്ക്, അതാണ് ആദ്യത്തെ ശിർക്ക്. അതാണ് മനുഷ്യലോകത്തെ ആദ്യത്തെ ശിർക്ക് അൽ ഉലൂഉ ഫി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ കാര്യത്തിലുള്ള ഉലൂവാണ് എന്നത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു പോയതാണ്. 10 തലമുറകൾ ആദം നബി മുതൽ നൂഹ് നബി വരെ ഉണ്ടായിരുന്ന 10 തലമുറകൾ തൗഹീദിലായിരുന്നു. ആ 10ാമത്തെ തലമുറ കഴിഞ്ഞപ്പോൾ 10ാം തലമുറയിലുള്ള സ്വാലിഹീങ്ങളായ വദ്ദ്, സുവാഇ, യഗൂസ്, യഊഖ്, നസ്ർ പോലുള്ള സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ ഉലൂവിലൂടെയാണ് 11ാമത്തെ തലമുറ ശിർക്കിലേക്ക് പോയിട്ടുള്ളത്. പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വഹിയൽ ആയത്തുല്ലതി ഖീൽ വഹിയൽ ആയ التي قيل إنها تقطع عروق شجرة الشرك من القلب. എന്താണ് ഷിർക്ക്? ഹൃദയത്തിലുള്ള ഷിർക്കിന്റെ ഒരു ചെടി, ഒരു ഷിർക്കിന്റെ ഒരു മര ഹൃദയത്തിലുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ വേരും മുറിച്ചു കളയാൻ പര്യാപ്തമായിട്ടുള്ള ആയത്താണിത്. ഏത്? ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയ്യുൽ കബീർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാൾക്കും യാതൊരു ഉടമസ്ഥാവകാശമല്ല. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത് സൂറത്ത് സബയിലുള്ള 22ാമത്തെ ആയത്ത് കൂടി വായിക്കുമ്പോൾ നമുക്കത് പൂർണ്ണ ബോധ്യം വരും. ഖുലിദുൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ്. ഖുൽ, പറയൂ നബിയേ,
അള്ളാഹ്ക്ക് പുറമെ പങ്കുകാരായി നിങ്ങൾ ജൽപ്പിക്കുന്നവരോട് നിങ്ങൾ ദുആ ചെയ്തു നോക്കുക. അവരോട് ചോദിക്കൂ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന്. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ്സമാവാത് വലാ ഫിൽ അർദ്. ആകാശങ്ങളിലോ ഉപരിലോകങ്ങളിലോ ഭൂമിയിലോ കീഴ്ലോകത്തോ ഒരു മിസ്ഖാലു ദർറ, ഒരു ദർറത്തിന്റെ ഭാരം. ദർറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത ഒരു ഉറുമ്പാണത്. നമുക്ക് നഗ്നനേത്രം കൊണ്ട് പലപ്പോഴും നോക്കിയാൽ കാണാൻ കഴിയാത്ത അത്ര ചെറിയ ഒരു ഉറുമ്പ്. ആ ഒരു ഉറുമ്പിന്റെ അത്ര പോലും ഭാരമുള്ള, അത്ര പോലും വരുന്ന ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല. വമാലഹും ഫീഹിമാ മിൻ ശിർക്ക്. അവർക്ക് വമാലഹും ഫീഹിമാ മിൻ ശിർക്ക്, ആകാശങ്ങളിലോ ഭൂമിയിലോ അല്ലാഹുവിനാണ് പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥ. അതിലൊരു പങ്കും അവർക്കില്ല. വമാലഹു മിൻഹും മിൻ ളഹീർ. ആകാശഭൂമികളിലുള്ള മേൽലോകങ്ങളിലും കീഴ്ലോകങ്ങളിലുമുള്ള ഒരാൾ പോലും അല്ലാഹുവിന് ഒരു സഹായിയായി വർത്തിക്കുന്നില്ല. അല്ലാഹുവിനെ പോലെയുള്ള തുല്യനായ ഒരാളില്ല. ഇനി അല്ലാഹുവിനെ പോലെ തുല്യനാകേണ്ട എല്ലാം അല്ലാഹുവാണ്. പക്ഷെ അതിലൊരു ചെറിയ അവകാശം, ചെറിയൊരു പങ്ക് അതുണ്ടോ? അതുമില്ല. അല്ലെങ്കിൽ അല്ലാഹുവിനെ സഹായിച്ചു കൊടുത്തിട്ടുള്ള ഒരു അവകാശം പറഞ്ഞല്ലാണ്ടോ? അതുമില്ല. പിന്നെന്താ ബാക്കിയുള്ളത്? എന്നാ ശരി, അള്ളാഹിനെ പോലെയല്ല, അള്ളാഹിന്റെ ഒരു ചെറിയ അംശം ഇയാൾക്കില്ല, അല്ലെങ്കിൽ അള്ളാഹിനെ സഹായിച്ചു കൊടുത്തതുമില്ല, മുൽക്കില്ല, ഷിർക്കില്ല, ലഹീറായിട്ടാരുമില്ല. പിന്നുള്ളത് എന്താ? ഒരു ശുപാർശ പറയലാണെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ ഇനി ആരെങ്കിലും ഒരു ശുപാർശ പറഞ്ഞാൽ ആ ശുപാർശയും ഉപകരിക്കുകയില്ല. ഇല്ലാ ലിമൻ അദിന ലഹു. അള്ളാഹ്ക്കെങ്കിലും ആദരിക്കാൻ വേണ്ടി മഖാമും മഹ്മൂദ് കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുവാദ പ്രകാരം നടത്തുന്ന ശുപാർശയല്ലാത്ത യാതൊന്നും അള്ളാഹിന്റെ അടുക്കൽ ഉപകരിക്കുകയുമില്ല. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം. അങ്ങനെ ഏറ്റവും അധികം അങ്ങനെ ആർക്കെങ്കിലും ഒരു സൃഷ്ടിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ സാധിക്കേണ്ടത് ആർക്കായിരുന്നു? മലക്കുകൾക്കായിരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ പ്രപഞ്ചത്തിൽ, അവന്റെ സൃഷ്ടിപ്രപഞ്ചത്തിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പലപ്പോഴും അവന്റെ മുഖറബീങ്ങളായ മലക്കുകളോട് ആജ്ഞാപിച്ചുകൊണ്ടാണ്. അള്ളാഹു നേർക്കുനേരെ അവന്റെ ആജ്ഞകൾ നൽകുന്നത് മലക്കുകൾക്കാണ്. ആ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. മലക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ജഅലിൽ മലായികത്തി റുസുല ഉലി അജ്നിഹത്തിൻ മസ്നാ വ സുലാസ വ റുബാ വയസീദു ഫിൽ ഖൽഖി മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ദൂതന്മാരായി നിശ്ചയിച്ചു. അവർക്ക് ചിറകുകൾ വെച്ചു കൊടുത്തു. അവരിൽ ചിലർക്ക് 2 ചിറക്, ചിലർക്ക് 3 ചിറക്, ചിലർക്ക് 4 ചിറക്, ചിലർക്ക് അതിലധികം ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തനത് രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് അങ്ങേയറ്റം അതിശയപ്പെടുകയും അതിന്റെ അതിശയം തന്റെ അനുചരന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു ചിറക് തന്നെ ഈ കാണുന്ന പ്രപഞ്ചത്തെ, ഈ കാണുന്ന ഈ ചക്രവാളത്തെ നിറക്കാൻ മാത്രം, മുട്ടി നിൽക്കാൻ മാത്രം വലുതായിരുന്നു എന്നും ആ ചിറകിന്റെ സൗന്ദര്യമാണ്, ഒരു ചിറകിന്റെ സൗന്ദര്യമാണ് പറഞ്ഞത്. അത് അങ്ങേറ്റത്തോളം മനോഹാരിതകളുള്ള, സഹാവീലുകളുള്ള, യാക്കൂത്തുകൾ വീണുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള അതിമനോഹരമായ ചിറകാണ്. ഇങ്ങനെയുള്ള ഈ ജിബ്രീൽ, ആ ജിബ്രീലും മറ്റു മലക്കുകളും അവരല്ലാന്റെ മുന്നിൽ എന്താണ്? അല്ലാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹു ആ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യത്തെ ആജ്ഞയായി വഹയിലൂടെ വചിക്കും. ജിബ്രീലിനത് വഹയിലൂടെ കൈമാറും. അങ്ങനെ അള്ളാഹു അത് പറയാൻ ഉദ്ദേശിച്ചാൽ ആകാശങ്ങൾ വിറകൊള്ളും. ആകാശലോകത്തുള്ള മലക്കുകളടക്കമുള്ള ആകാശലോകത്തെ വാസികൾ അവര് വിറകൊള്ളും, അള്ളാഹുവിനെ ഭയപ്പെടും. എന്നിട്ട് അവര് ഭയപ്പെട്ടിട്ട് സുജൂദിന് വീഴും. എന്നിട്ട് അവരുടെ ബോധം പോലും നഷ്ടപ്പെടും. അത്രയും വലിയ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതാണ് ജിബ്രീൽ അടക്കമുള്ള എല്ലാവരുടെയും കാര്യമെങ്കിൽ ഏത് സൃഷ്ടികളിൽ നിന്നാണ് പിന്നീട് നിങ്ങൾ സഹായം ചോദിക്കുന്നത്? ആരിലാണ് നിങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത്? ആകാശലോകങ്ങളിലോ കീഴ്ലോകങ്ങളിലോ ഒരാളുമില്ല. ലാ യംലികു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമപ്പെടുത്തുന്നില്ല. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാൾ ലാ യംലികൂൻ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി, ഇടയാളന്മാരായി, മധ്യവർത്തികളായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇവരാർക്കും ഒരു ഉടമസ്ഥാവകാശവുമില്ല. മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. മേൽലോകങ്ങളിലോ കീഴ്ലോകങ്ങളിലോ ഒരു ദർറത്തിന്റെ അത്ര പോലും
മലക്കുകൾക്ക് പോലും പിന്നെ ആരെയാണ് സൃഷ്ടികളിൽ ആരെയാണ് പിന്നെ നിങ്ങൾ ഇടനിലക്കാരാക്കാൻ പോകുന്നത്, മധ്യവർത്തികളാക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഈ ആയത്ത് സൂറത്തു സബയിൽ പറഞ്ഞ 22, 23 ആയത്തുകൾ ശിർക്കിന്റെ അടിവേര് പച്ചയും മറുക്കുന്നതാണ്. ഈ 2 ആയത്ത് മനപ്പാടില്ലാത്ത ഒരാള് മുവഹിദല്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാള് തൗഹീദ് അത്രയും തൗഹീദ് മനസ്സിലാക്കേണ്ട ഒരാള് പൂർണ്ണമായി അത് പൂർണ്ണ രൂപത്തിൽ പറഞ്ഞ ആയത്താണ്. ശിർക്കിന്റെ എല്ലാ പേരും അവസാനത്തെ പേരും മാതിയിട്ടുള്ള ആയത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വളരെ 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 പ്രസക്തമാണ് ആയത്ത്. അള്ളാഹ്ക്ക് പുറമെ പങ്കാളികളുണ്ട് എന്ന് നിങ്ങൾ വാദിച്ചിട്ടില്ലേ, അവരോട് നിങ്ങൾ ദുആ ചെയ്തു നോക്കൂ. എന്തെങ്കിലും അവർക്ക് ചെയ്തു തരാൻ പറ്റുമോ? അവർ കേൾക്കുന്നില്ല, കേട്ടാൽ ഉത്തരം ചെയ്യൂല, ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിവില്ല. എന്ന് മാത്രമല്ല ലാ യംലികൂൻ, അവർക്ക് മുൽക്കില്ല. ആദ്യം നിഷേധിച്ചു. ഒന്നിനുമേലും അവർക്ക് ഉടമസ്ഥാവകാശമില്ല. തരണമെങ്കിൽ അവരെ കയ്യിൽ വേണ്ടേ? മുൽക്കില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് മുൽക്കില്ലെങ്കിൽ കുറച്ച് താഴെ അത് വേണമെന്ന് വേണ്ട. അതേപോലെ പറഞ്ഞു വമാലഹും ഫീഹിമാ മിൻ ശിർക്ക്, മുൽക്ക് അല്ലാഹുവിനാണ്. പക്ഷെ അതിലൊരു ചെറിയ പങ്ക്, ഒരു ചെറിയ ഷെയർ ഉള്ള ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. മുൽക്കില്ലെങ്കിൽ പിന്നെ ശിർക്കില്ല. ശരി, മുൽക്കില്ല, മുൽക്കിലൊരു ചെറിയ പങ്കും വേറെ ആർക്കും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് നിലനിർത്തി പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന് ചെറിയൊരു സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു അവകാശവാദത്തിന് ആർക്കെങ്കിലും അവിടെ ഇടം നൽകുന്നുണ്ടോ? വമാലഹു മിൻഹും മിൻ വഹീർ, ആകാശഭൂമികളിലുള്ള ഏതെങ്കിലും ഒരു പടപ്പിന് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഞാൻ അള്ളാഹുവെ നിന്നെ സഹായിച്ചവനാണ്, അതുകൊണ്ട് എനിക്ക് ഈ ആവശ്യമുണ്ട് എന്ന് പറയാൻ അള്ളാഹ് ഒരു വഹീറിനെയും ഒരു സഹായിയെയും സ്വീകരിച്ചിട്ടില്ല. 3 തലത്തിലും അത് തീർത്തും അതിന്റെ വേരർത്തും. ഇനി 4ാമത്തെ തലം അങ്ങനെയൊക്കെയാണ്. മുൽക്ക് വേറെ ആർക്കുമില്ല, അള്ളാഹ്ക്കാണ്. മുൽക്കിന്റെ ഒരു ചെറിയ പോർഷൻ പോലും, ഒരു ഷെയർ പോലും ആർക്കും കൊടുത്തിട്ടില്ല, ശിർക്കും അത് വെച്ചു കൊടുത്തിട്ടില്ല. ഇനി മാത്രല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി പരിപാലിച്ചു പോകുന്നതിൽ അള്ളാഹനെ സഹായിച്ച ഒരു വഹീറുമില്ല, അതും ശരിയാണ്. എന്നാലോ അള്ളാഹിനോടൊന്ന് ശുപാർശയ്ക്ക് കെഞ്ചിയാൽ അള്ളാഹ് കേൾക്കുമോ? അങ്ങനെയുള്ള ശുപാർശക്കാരുണ്ടോ? അതുമില്ല. അള്ളാഹിന്റെ അടുക്കലുള്ള ശുപാർശ എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ അത് മഖാമും മഹ്മൂദിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ചില ആളുകളെ അള്ളാഹ് ആദരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ലോകങ്ങളുടെ മാലോകരുടെ മുമ്പാകെ അവരുടെ ഉന്നതമായ സ്ഥാനം, അവർക്ക് അള്ളാഹ് വകവെച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ആളുടെ കാര്യത്തിൽ നീ ശുപാർശ ചെയ്തോ, അപ്പൊ അവരുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യുന്നു, എടുക്കുന്നു. ഇത് തെക്രീമത്താണ്, മഖാമും മഹ്മൂദ് നൽകലാണ്. ഇതല്ലാതെ വേറെ ശഫാഅത്ത് പോലുമില്ല. അത് ഇല്ല എന്നതിന്റെ ഏറ്റവും പ്രായോഗികമായിരിക്കുന്ന ഒരു തെളിവാണ് തുടർന്നുകൊണ്ട് ഇതിന്റെ അവസാനത്തിൽ പറഞ്ഞത്. ഏറ്റവും ഉന്നതരായ മലക്കുകൾ, മുഖറബുകളായ മലക്കുകൾ, ഏറ്റവും ശക്തരായ മലക്കുകൾ, ഏറ്റവും വലിയ മലക്കുകൾ, ഏറ്റവും മനോഹാരിതയുള്ള മലക്കുകൾ, അള്ളാഹുവിനെ ഏറ്റവും അധികം അനുസരിക്കുന്ന തസ്ബീഹ് ചെയ്യുന്ന മലക്കുകൾ, ആ മലക്കുകളുടെ കഥ എന്താണ്? അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചാൽ, അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആകാശങ്ങൾ മുഴുക്ക കിടിലം കൊള്ളുകയാണ്, ആകാശലോകത്തെ നിവാസികൾ കിടിലം കൊള്ളുകയാണ്, അവരല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് വെളിപ്പെടുന്നു എന്നതിന് വേണ്ടിയിട്ട് ചിറകുകൾ അടിക്കുകയാണ്. പിന്നെ അവർ സുജൂദിൽ വീഴുകയാണ്, പിന്നെ അവർക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. ഇതാണ് അവരുടെ കാര്യമെങ്കിൽ പിന്നെ ഇവരോട് നിങ്ങൾ ചോദിച്ചിട്ടെന്തു കാര്യം? നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങളുടെ മുഖം തിരിയേണ്ടത്, നിങ്ങളുടെ മനസ്സ് തിരിയേണ്ടത്, നിങ്ങളുടെ ഹൃദയം ബന്ധപ്പെട്ട് നിൽക്കേണ്ടത്, നിങ്ങൾ ആശ്രയം കണ്ടെത്തേണ്ടത് എല്ലാം ഒരുവനിൽ മാത്രം, അള്ളാഹുവിൽ മാത്രം. അതുകൊണ്ട് ഈ ആയത്ത് നമ്മുടെ അധ്യായവുമായി ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെടുന്നത് ഈ തരത്തിലാണ്. ഈ ആയത്ത് ശിർക്കാകുന്ന മരത്തിന്റെ മുഴുവൻ വേരുകളും മുൽക്ക് മുറിച്ചു കളഞ്ഞു, ഷിർക്ക് മുറിച്ചു കളഞ്ഞു, വഹീറിനെ മുറിച്ചു കളഞ്ഞു, ഷഫീഇനെ മുറിച്ചു കളഞ്ഞു. ഈ 4 കാര്യം അല്ലാത്തൊരായത്താണ്. സഭയിലെ 22, 23 ആയത്ത് മനപ്പാടാക്കി വെക്കും, ശരിക്കും മനപ്പാടാക്കി വെക്കും. ഷിർക്ക് കടന്നു വരാനുള്ള എല്ലാ വഴികളും, ഷിർക്ക് ഒരു മരാണെങ്കിൽ അതിന്റെ മുഴുവൻ വേരും അവിടെ കത്തിവെച്ചു. മേൽലോകത്തോ കീഴ്ലോകത്തോ അള്ളാഹ്ക്കല്ലാതെ മുൽക്ക് വേറെ ഒരാൾക്കില്ല.
ശരി, മുഴുവൻ സൃഷ്ടിപ്രപഞ്ചത്തിന്റെയും മുൽക്ക് അള്ളാഹ്ക്കാണെങ്കിൽ അള്ളാഹിന്റെ മുൽക്കിൽ ഒരു ചെറിയ ഷെയർ അതുമില്ല. മുൽക്കും ഷെയറും ഒന്നുമില്ല, മുൽക്കുമില്ല, ശിർക്കുമില്ല. എന്നാലോ അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒത്താശപ്പണി ചെയ്തു കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ആകാശങ്ങളിലും ഭൂമിയിലും, അങ്ങനെ അള്ളാഹ്ക്കൊരു ഒത്താശക്കാരനുമില്ല. എന്നാൽ പിന്നെ അതൊന്നും വേണ്ട, പറഞ്ഞു നോക്കിയാൽ അള്ളാഹ് ചിലപ്പോൾ കേട്ടു നോക്കിയാലോ ആ നിലക്കൊരു ശുപാർശ നടക്കോ അതും. മലക്കുകൾ എന്ന കാര്യം ഖിയാമത്ത് നാളിലല്ല, സാധാരണ രംഗങ്ങളിൽ, സാധാരണ അവരുടെ ജീവിതത്തിൽ അള്ളാഹ് ഒരു കാര്യം ഉപരിലോകത്ത് വെച്ച് തീരുമാനിച്ചാൽ, അള്ളാഹ് ഒരു കാര്യം വഹിയിലൂടെ അത് വചിക്കാൻ ഉദ്ദേശിച്ചാൽ ആകാശലോകങ്ങൾ കിടിലം കൊള്ളുകയാണ്. മലക്കുകൾ അവരുടെ ചിറകുകൾ അടിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടതായിട്ട് അവർ അറിയിക്കുകയാണ്. അള്ളാഹിനെ ഭയപ്പെട്ടതിനാൽ അവരങ്ങനെ സുജൂദിൽ വീഴുകയാണ്. അങ്ങനെ സുജൂദിൽ വീണിട്ട് അവർക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. ഇതാണ് അവിടുത്തെ കാര്യം. പിന്നെ ആരിലേക്കാണ് നിങ്ങൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്? അസ്സാലിസ, മൂന്നാമത്തെ മസ്അല, തഫ്സീറു ഖൗലിഹി ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയ്യുൽ കബീർ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ആയത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഖാലു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു മലക്കുകളാണ്. അവരാ പറയുന്നത് ജിബ്രീലു അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള അതേ വചനം തന്നെയാണ്. ആദ്യം അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് ചോദിച്ചാൽ, ആ അമ്ര് അറിയിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അത് സത്യം, പരമസത്യം എന്ന് സാക്ഷ്യപ്പെടുത്തി അത് ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത്. അള്ളാഹ് അലിയാണ്, അള്ളാഹ് കബീറാണ്. അർറാബിഅത്തു, നാലാമത്തേത്, സബബു സുആലിഹിം അൻ ദാലിക്. സബബു സുആലിഹിം അൻ ദാലിക്, അത് ചോദിക്കാനുള്ള കാരണം. അത് ചോദിക്കാനുള്ള കാരണം നമുക്കറിയാം. കാരണം മലക്കുകളോടല്ല, എല്ലാ മലക്കുകളോടുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ കാര്യം എത്തിച്ചു കൊടുക്കുന്നത്. ജിബ്രീലാണ്. അങ്ങനെ ജിബ്രീലാണ് മറ്റു മലക്കുകൾക്ക് അത് കൊടുക്കുന്നത്. അത് അറിയുന്നത് എന്തിനു വേണ്ടിയാണ്? അവരത് ചോദിച്ചറിയുന്നത് അവർക്ക് അള്ളാഹുവിന് കീഴ്പ്പെടുവാനും അള്ളാഹുവിന് വഴിപ്പെടുവാനും ഈ പുതിയ ആജ്ഞയിൽ അല്ലെങ്കിൽ ഈ പുതിയ കൽപ്പനയിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശിരസ വഹിക്കാനുണ്ടെങ്കിൽ അത് കൃത്യം വിലോപം കൂടാതെ ശരിയായ വിധത്തിൽ അതിന് വഴിപ്പെട്ട് ജീവിക്കാനും വേണ്ടിയാണ്. പിന്നെ അൽ ഖാമിസത്തു അന്ന ജിബ്രീൽ ഹുവല്ലദീ യുജീബുഹും ബഅദ ദാലിക ബിഖൗലി ഖാല കദാ വകദാ. അവർക്ക് ചോദിക്കേണ്ടി വരുന്നത്, അവര് അള്ളാഹു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർ ബോധരഹിതരായി തീർന്നിരിക്കുക. പിന്നെ ജിബ്രീലാണ് അവർക്ക് ഉത്തരം നൽകുന്നത്. അതിന്റെ കാരണമുണ്ട്. അമീനുൽ വഹി, ഇതിൽ ജിബ്രീലിന്റെ മൻഖബ, ജിബ്രീലിന്റെ ഫളായിലുകൾ ആ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. റസൂലുൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഉന്നതമായ പുകഴ്ത്തലുകൾ ഖുർആനിൽ അല്ലാഹു മഹത്തരമായ പുകഴ്ത്തലുകൾ നടത്തിയിട്ടുള്ള മലക്കാണ് അമീനുൽ വഹി ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കാര്യം, ജിബ്രീൽ അലൈഹിസ്സലാം ഹുവല്ലദീ യുജീബുഹു. കാരണം അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, അവ്വലു മൻ യർഫഉ റഅസഹു ജിബ്രീൽ. ആദ്യമായി പിന്നീട് തല ഉയർത്തുന്നത് ജിബ്രീലാണ്. നവാസ് ഇബ്നു സിംആൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, അങ്ങനെ ജിബ്രീലിന് എന്താണോ അല്ലാഹു വഹയിലൂടെ അറിയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സന്ദേശം അത് ജിബ്രീലിന്റെ കൈമാറുന്നു. അങ്ങനെ ജിബ്രീലാണ് അത് മറ്റുള്ള ആളുകൾക്ക് പിന്നീട് അറിയിച്ചു കൊടുക്കുന്നത്. അതിൽ ജിബ്രീലിനുള്ള ഫളായിലുകളുണ്ട്. മാത്രമല്ല ഖാല കദാ വകദാ ഖാലൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ, അത് പറഞ്ഞിട്ട് കാര്യങ്ങൾ അറിയിക്കേണ്ടത് യൻതഹി ബിഹി ഹൈതു അമറഹുല്ലാഹ് അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം എവിടത്തേക്കാണോ ആ വഹിയുമായി ആ സന്ദേശവുമായി പോകേണ്ടത് അവിടത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോകുന്നു. ആറാമത്തേത് ദിക്റു അന്ന അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീൽ, ആദ്യമായി തല ഉയർത്തുന്നത് ജിബ്രീലാണ് എന്ന് പറഞ്ഞു. അത് പ്രത്യേകം പറഞ്ഞു. അതിൽ ജിബ്രീലിനുള്ള ഫളായിലുകളുണ്ട്. മാത്രമല്ല അള്ളാഹു വഹി നൽകുമ്പോൾ എല്ലാ മലക്കുകൾക്കും ഒന്നിച്ചല്ലത് കിട്ടുന്നത്, ജിബ്രീലിന് കൊടുത്തിട്ട് ജിബ്രീലാണ് അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നത് എന്നതും അതിൽ വന്നു. അതുപോലെ തന്നെ അസ്സാബിഅത്തു, ഏഴാമത്തെ മസ്അല, അന്നഹു യഖൂലു ലിഅഹ്ലിസ് സമാവാതി കുല്ലിഹിം ലിഅന്നഹും യസ്അലൂന, അത് മുഴുവൻ ആകാശങ്ങളിലുമുള്ള 7 ആകാശങ്ങളിലുമുള്ള ആളുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം അത് പറയുന്നു. കാരണം അവർ ജിബ്രീലിനോട് ചോദിക്കുന്നു. അത് ഹദീസിൽ തന്നെ വന്നതാണ്, കുല്ലമാ മർറ ബിസമാഇൻ സഅലഹു മലായികത്തുഹാ,
ആകാശങ്ങളിൽപ്പെട്ട ഓരോ ആകാശത്തിലൂടെയും ജിബ്രീൽ കടന്നു പോകുമ്പോൾ അതത് ആകാശങ്ങളിലുള്ള മലക്കുകൾ ജിബ്രീലിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആജ്ഞ എന്താണോ, അംർ എന്താണോ, അള്ളാഹ് വഹയിലൂടെ ജിബ്രീലിൽ നിന്ന് കൊടുത്തിട്ടുള്ള സന്ദേശം എന്താണോ, അത് ജിബ്രീൽ അലൈഹിസ്സലാം അവരറിയിക്കുകയാണ് ചെയ്യുന്നത്. അസ്സാമിനത്തു അന്നൽ ഗശിയ യഉമ്മു അഹ്ലസ് സമാവാത് കുല്ലഹും. അന്നൽ ഗശിയ, അങ്ങനെ അവരുടെ ബോധം മൂടിപ്പോകുന്ന അവസ്ഥ, അതാണ് ഗശിയ. ഗശ എന്ന് പറഞ്ഞാൽ മൂടി എന്നാണ്, ഗശി എന്ന് പറഞ്ഞാൽ മൂടൽ എന്നാണ്. എന്താണ് ഇവിടെ മൂടുന്നത്? ബോധം മൂടിപ്പോകുന്നു, ബോധം നഷ്ടപ്പെടുക എന്നുള്ളത്. യഉമ്മു അഹ്ലസ് സമാവാത് കുല്ലഹും, ആകാശങ്ങൾ, ഏതെങ്കിലും ഒരു ആകാശമല്ല, മുഴുവൻ ആകാശങ്ങളും 7 ആകാശങ്ങളിലുമുള്ള നിവാസികളെ മൊത്തത്തിൽ പിടികൂടുന്ന അവസ്ഥയാണ്. എട്ടാമത്തെ മസ്അല ഇർതിജാഫുസ് സമാവാതി ബികലാമില്ലാഹ്. നിവാസികളുടെ, വാനലോകത്തെ നിവാസികളുടെ കാര്യം ഇങ്ങനെ. എന്നാൽ ആകാശങ്ങളുടെ കാര്യം എന്താണ്? ആകാശങ്ങൾ തന്നെ ഇർതിജാഫ് ചെയ്യുന്നു, കിടിലം കൊള്ളുന്നു, വിറകൊള്ളുന്നു, പ്രകമ്പനത്തിന് വിധേയമാകുന്നു. ബികലാമില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം കാരണത്താൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം കാരണത്താൽ അല്ലാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, അവൻ വിധിച്ചാൽ, അത് വചനമായിട്ട് അവന്റെ അമ്ര അവൻ നൽകുന്നു. ആ കലാം, ആ വചനം കാരണത്താൽ ആകാശങ്ങൾ കിടിലം കൊള്ളുന്നു. ആകാശ ലോകത്തുള്ളവരാണെങ്കിലോ അവർക്ക് ഗശിയാൻ വരികയും ചെയ്യുന്നു. ആശിറ, എട്ടാമത്തെ മസ്അല അന്ന ജിബ്രീല ഹുവല്ലദീ യൻതഹി ബിൽ വഹി ഇലാ ഹൈസു അമറഹുല്ലാഹ്. ആ വഹിയുമായി ജിബ്രീലാണ് പോകുന്നത്. എവിടത്തേക്കാണോ ആ വഹിയുമായി പോകാനുള്ള കൽപ്പിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ആ സന്ദേശവുമായി പോകുന്നത് ജിബ്രീലാണ്. വഹുവ അമീനുൽ വഹി. വഹീന്റെ കാര്യം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള അമീനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. 11ാമത്തെ കാര്യം അൽ ഹാദിയത അശ്റ ദിക്റു ഇസ്തിറാഖ് ശയാത്തീൻ. പിശാചുക്കൾ കട്ടുകേൾക്കുന്ന കാര്യം, അതിനെക്കുറിച്ചുള്ള പരാമർശമാണ്. അതിന്റെ രൂപം ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് അവർ കട്ടുകേൾക്കുന്നത്? 1ാമത്തെ ആകാശത്തിൽ വെച്ച് മാത്രമാണ്. 1ാമത്തെ ആകാശത്തിൽ അവര് സുഫിയാൻ ഇബ്നു ഉയൈന, അദ്ദേഹം വസ്ഫ് ചെയ്ത് തന്നത് ഒരു കൈപ്പത്തിക്കു മീതെ മറ്റൊരു കൈപ്പത്തി വെച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ജിന്നിന്റെ മീതെ മറ്റൊരു ജിന്ന്, അങ്ങനെ അവര് കേറിപ്പോവുകയും എന്നിട്ട് കട്ടുകേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ജാഹിലിയ്യ കാലത്ത് തന്നെ റസൂലുള്ളാഹിന്റെ മബ്അസിന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ്. റസൂലുള്ളാഹിന്റെ മബ്അസായപ്പോൾ അതൊന്നുകൂടി ശക്തമാക്കി, അവരെ തുരത്താൻ വേണ്ടിയിട്ട് ശിഹാബുകൾ വരുന്നത് തഗ്ലീബ് ചെയ്തു, കർക്കശമാക്കി. അത് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അത് ഈ കാലഘട്ടങ്ങളിലും അതേമാതിരി തുടരുമെന്നുള്ളത്, അതിന്റെ തുടർച്ച ആ തെളിവുകളിൽ തന്നെ ഉള്ളതാണ്. അത് ഇസ്തിംറാറിനെ സൂചിപ്പിക്കുന്ന, ഇസ്തിംറാറിനെ അറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ഈ 1ാമത്തെ ആകാശത്തിൽ മലക്കുകൾ ചില കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അമ്പുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ അത് കട്ടുകേൾക്കാൻ വേണ്ടിയിട്ട് ചിലർ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവരെ തുരത്താൻ വേണ്ടിയിട്ട് ശിഹാബുകൾ, ഉൽക്കകൾ പിന്തുടരുകയും ചെയ്യും എന്നുള്ളതാണ്. അൽ മസ്അലത്തു സാനിയത അശ്റ, 12ാമത്തെ മസ്അല സിഫതു റുകൂബി ബഅദിഹിം ബഅദാ. ജിന്നുകൾ ഒരാൾക്ക് മീതെ മറ്റൊരാളായിട്ട് കയറിപ്പോകുന്നത് വർണ്ണിച്ചിട്ടുള്ള വിഷയം. അത് സുഫിയാൻ ഇബ്നു ഉയൈന ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ കൈകൊണ്ട് അത് വസ്ഫ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്, അതിൽ വന്നിട്ടുള്ളതാണ്. അൽ മസ്അലത്തു സാലിസത അശ്റ സബബു ഇർസാൽ അശ്ശുഹുബ്. ഉൽക്കകളെ അള്ളാഹു നിയോഗിക്കുന്നതിനുള്ള കാരണം ഇവര് കട്ട് കേൾക്കുന്നത് തുരത്താൻ വേണ്ടിയാണ്. ചിലപ്പോ കട്ട് കേൾക്കാൻ, ഒരു വാക്ക് കേൾക്കാൻ കിട്ടും, അത് തൊട്ടടുത്ത ആൾക്ക് അവർ കൈമാറുന്നതിന് മുമ്പ് തന്നെ ശിഹാബ് വിലക്കും. ചിലപ്പോ എന്തായാലും വന്ന് തുരത്തിക്കളയും. ചിലപ്പോൾ അതവർ തൊട്ടടുത്ത ആൾക്ക് കൊടുത്തതിന് ശേഷമായിരിക്കാം ശിഹാബ് വരുന്നത്. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഒരു വാക്കൊക്കെ അവർക്ക് കിട്ടും എന്നുള്ളത് ഇവിടെ ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അർറാബിഅത അശ്റ, 14ാമത്തേത് അന്നഹു താറത്തൻ യുദ്രികുഹു ശിഹാബ് ഖബ്ല അൻ യുൽഖിയഹ വതാറത്തൻ യുൽഖിഹ ഫീ ഉദ്നി വലിയിഹി മിനൽ ഇൻസി ഖബ്ല അൻ യുദ്രികഹു. ചിലപ്പോൾ
ഉൽക്ക വന്നിട്ട് ആ ജിന്നിനെ തുരത്തുന്നത് അത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം ആർക്കാണോ എത്തിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, സാഹിറോ അല്ലെങ്കിൽ കാഹിറോ ആയിട്ടുള്ള തന്റെ വലിയന് എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തുരത്തും. ചിലപ്പോഴാണെങ്കിലോ മനുഷ്യരിൽ നിന്നുള്ള ജ്യോത്സ്യന്മാർക്കോ അല്ലെങ്കിൽ പ്രവചനക്കാർക്കോ അത് എത്തിച്ചു കൊടുത്തതിന് ശേഷം തുരത്തി എന്ന് വന്നേക്കാം. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ മനുഷ്യരിൽപ്പെട്ടിട്ടുള്ള ഇത്തരം സാഹിറുകൾ, ജ്യോത്സ്യന്മാർ, ഇത്തരം പ്രവചനക്കാർ, അവർക്ക് ചിലപ്പോൾ ഒരു വാക്ക് കിട്ടി എന്ന് വന്നേക്കാം. അൽ മസ്അല അൽ ഖാമിസത അശ്റ കൗനുൽ കാഹിനി യസ്ദഖു ബഅദൽ അഹ്യാൻ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു വാക്ക് ജിന്നിന് മനുഷ്യരിൽപ്പെട്ടിട്ടുള്ള അവന്റെ സഹായിയായിട്ടുള്ള സാഹിർ, കാഹിന്, അർറാഫ് പോലുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് വരും. അത് ആ ഒരു വാക്കിൽ ആ ജ്യോത്സ്യൻ പറഞ്ഞത് സത്യവുമായിരിക്കും. പക്ഷെ ആ ജ്യോത്സ്യൻ അത് മാത്രമായിരിക്കില്ല പറയുന്നത്, അതിലേക്ക് 100 കളവുകൾ ചേർത്തിട്ടാണ് അവർ ചമച്ചുണ്ടാക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അൽ മസ്അലത്തു സാദിസത അശ്റ 16ാമത്തെ മസ്അല കൗനുഹു യക്ദിബു മഅഹാ 100 കദിബ. അങ്ങനെ ഒരു വാക്ക് കിട്ടിയാൽ ആ ഒരു വാക്ക് മാത്രമല്ല അവർ പറയാം, അതിലേക്ക് അവർ 100 കളവുകൾ ചേർക്കുമെന്നുള്ളത് ഹദീസിൽ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അൽ മസ്അലത്തു സാബിഅത അശ്റ 17ാമത്തെ മസ്അല അന്നഹു ലം യുസദ്ദഖ കദിബുഹു ഇല്ലാ ബിതിൽകൽ കലിമ അല്ലതി സുമഅത് മിനസ് സമാ. ജ്യോത്സ്യന്മാർ, പ്രവചനക്കാർ, അവരുടെ കളവുകൾ, 100 കണക്കിനുള്ള കളവുകൾ മനുഷ്യർ സത്യപ്പെടുത്തുന്നത് ഒന്നുകൊണ്ടുമല്ല, ഉപരിലോകത്ത് നിന്ന് കട്ടുകേട്ട് അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വാക്ക് സത്യത്തിന്റെ പിൻബലത്തിലാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അയാൾ പറഞ്ഞ ഒന്ന് ഒത്തിട്ടുണ്ടാകും, അയാൾ പ്രവചിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടാകും. അതിനുശേഷം പിന്നീട് വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ പാർട്ടി നേതാക്കന്മാരും അയാളുടെ കാലിൽ പോയിട്ട് അയാളുടെ പാദത്തിന് ചുംബനം നൽകിയിട്ട് അവിടെ സുജൂദിൽ വീഴുകയാണ് കാണുന്നത്. ശരിക്കും അതൊക്കെ നുണയായിരിക്കും, 100 നുണയാണ്. ഒന്ന് പണ്ടേതോ ഇതേമാതിരി കിട്ടി ഒന്ന് ഒത്തുപോയിട്ടുണ്ടാകുന്നു മാത്രം. അൽ മസ്അലത്തു സാമിനത അശ്റ 18ാമത്തെ മസ്അല ഖബൂലുൻ നുഫൂസി ലിൽ ബാത്തിൽ. ഇത് വലിയൊരു അത്ഭുതമാണ്. മനുഷ്യന്റെ മനസ്സ് എത്ര ചപലമാണ്, ബാത്തില് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക. സാധാരണ പറയും, സത്യം ഇങ്ങനെ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പത്തിന് അസത്യം 1.5 ചുറ്റ് ലോകം കറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. സത്യം വെറും സ്വാപിയായ കലർപ്പില്ലാത്ത സത്യം നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും, അയാൾക്കത് വേണ്ട, അത് കേൾക്കൂല, അതിലവർ വിരക്തരാണ്. നേരെ മറിച്ച് ഒരു ചെറിയ സത്യത്തിന്റെ ഒരു ചെറിയൊരു ശാഖയും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് 150 കളമും കൂട്ടിയിട്ട് അടിച്ചുവിടുന്ന ആളുകളുണ്ടോ, അവരെ ചുറ്റും ആളുകളുണ്ടോ, അത് കേൾക്കാൻ വലിയ കൗതുകമായിരിക്കും. ഏത് പഴയ കാലത്തെ സ്ഥിതിയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത പറയേണ്ടതില്ല. ശരിയായ ദീന്, ഹഖ്, സുന്നത്ത് പറയുന്ന ഉലമാക്കൾ അവരുടെ കാര്യത്തിൽ സുഹ്ദുൻ നാസി ഫീഹിം അജീബ്. അവര് വളരെ സഹീദാണ്, ആരുമില്ല, അവര് വെറുതെ ഉത്തരിക്കരുത്. നേരെ മറിച്ച് ഇൽമൊന്നും ഉണ്ടാവില്ല. ഇതേമാതിരി വേറെ ആരുടെയെങ്കിലും ചെറിയിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു ചെറിയ ശകലം അത് വെച്ചിട്ട് അത് മിന്നങ്ങനെ മിന്നും. കണ്ടിട്ടില്ലേ, ഒരു ഈർക്കിലിന്റെ തുമ്പത്ത് വെറുതെ തീ കൊടുക്കുക, എന്നിട്ട് അതിന് അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന നേരത്ത് ഇങ്ങനെ മിന്നി വെക്കും. അപ്പൊ തീയിന്റെ വട്ടം ഉണ്ടാവും, ഒരു വട്ടം ഉണ്ടാവില്ല, ആകെ അത്ര ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. സത്യത്തിന്റെ ചെറിയ ഒരു കനൽ എവിടുന്നോ വീട് കിട്ടിയത് അതുകൊണ്ട് മിന്നിക്കളിക്കുന്ന ആൾക്കാരുണ്ട്. അവന്റെ മിന്നൽ പ്രയോഗം കാണാനാണ് ആളുകൾക്ക് താല്പര്യം. ഇത് നുഫൂസുകളുടെ ചാപല്യമാണ്, നമ്മുടെ മനുഷ്യ മനസ്സുകളുടെ ചപലതയാണ്. മനുഷ്യൻ എപ്പോഴും ബാത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കൈഫ യതഅല്ലഖൂന ബിവാഹിദ, എങ്ങനെയാണ് ആ ഒന്നിൽ അവർ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത്. വലാ യഅ്തബിറൂന ബിമിഅത്തി കൽബ, എന്നാൽ അതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ള 100 കളവുകൾ അവർ ഗൗനിക്കുന്നതേയില്ല. അയാൾ പറഞ്ഞ 100 എണ്ണം അത് പൊളിഞ്ഞതും കളവായതും അവർ നോക്കുകയല്ല. അയാൾ പറഞ്ഞ ഒന്ന് ശരിയായത് അത് പഠിപ്പിച്ചിട്ട് മിന്നാണ് അവർ ചെയ്യുക. ഇത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്.
മനസ്സ് ദുഷിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഫാജിറത്താകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ അങ്ങനെയാണ്. അൽ മസ്അലത്തു താസിഅത അശറ 19ാമത്തെ മസ്അല കൗനുഹും യുൽഖി ബഅദുഹും ഇലാ ബഅദിൻ തിൽക്കൽ കലിമ വയഹ്ഫളൂനഹാ വയസ്തദില്ലൂന ബിഹാ. അങ്ങനെ ഒരു വാക്ക് കിട്ടിയാൽ ഒരാൾ മറ്റൊരാൾക്ക് അത് കൈമാറുന്നു, അതവർ സംരക്ഷിക്കുന്നു, എന്നിട്ട് വയസ്തദില്ലൂന ബിഹാ, അതുകൊണ്ട് അവർ തെളിവ് പിടിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, അത് ശരിയായില്ലേ, അത് പുലർന്നില്ലേ, എന്റെ പ്രവചനം സത്യമല്ലേ. അങ്ങനെ പ്രവചനക്കാരുടെ ഒരു പ്രളയം തന്നെയായിരിക്കും. പിന്നെ ഇത് നമുക്ക് കാണാവുന്നതാണ്. അൽ മസ്അലത്തുൽ 20ാമത്തേത് ഇസ്ബാത്തു സിഫാത്ത് ഖിലാഫൻ ലിൽ അശ്അരിയ്യത്തിൽ മുഅത്തില. ഈ ഹദീസുകൾ അല്ലാഹുവിന്റെ സിഫാത്തുകളെ സ്ഥിരീകരിക്കുന്നു, ഇതിൽ വന്ന തെളിവുകൾ. എന്നാൽ ഇത്തരം സ്വതസ്പഷ്ടമായ പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഈ തെളിവുകൾ ഉണ്ടായിട്ടും അശ്അരികൾ അള്ളാഹുവിന്റെ സിഫാത്തുകളെ തഅ്തീൽ ചെയ്യുന്ന, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ അസാധുവാക്കുന്ന അശ്അരികൾ അവര് അതിനെയെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി സിഫാത്തുകളെ ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണത്? നേരത്തെ ഞാൻ പറഞ്ഞു, കലാം എന്നുള്ള സിഫത്ത്. കലാമിൽ അഹ്ലുസുന്നയുടെ അഖീദ 2 വജ്ഹും ഞാൻ നിങ്ങളെ പറഞ്ഞു. കലാം എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫ ദാത്തിയ മഅനവിയ. ആ ദാത്തിയായ സിഫത്ത് മാത്രമല്ല, യുകല്ലിമുല്ലാഹു മൻ ശാ മതാ ശാ വഹൈതു ശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്നവനോട് ഉദ്ദേശിക്കുന്ന വിധേന അവൻ വചിച്ചുകൊണ്ടിരിക്കുന്നു, വചിക്കുകയും ചെയ്യും. ആദ്യത്തേത് അള്ളാഹുവിന്റെ സത്താപരമായ മഅനവിയായ സിഫത്താണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഫിഅലുമായി, അള്ളാഹുവിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട അവന്റെ ഇറാദത്തും മശിയത്തുമായി മുതഅല്ലിഖത്തായിട്ടുള്ള സിഫത്താണ്. അത് അവൻ ഉദ്ദേശിക്കുമ്പോഴാ പറയാം, ഉദ്ദേശിക്കുന്നവരോടാ പറയാം, ഉദ്ദേശിക്കുന്ന കാര്യാ പറയാം, ഉദ്ദേശിക്കുന്ന വിധേനയാണ് പറയാം. ഈ 2 സിഫത്തുകൾ അശ്അരികൾ അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്തുകൾ മാത്രമേ അംഗീകരിക്കുള്ളൂ. ബാക്കിയുള്ള ഖബരിയായ ഫിഅലിയായ മുതഅല്ലിഖത്തുൻ ബിമശിയത്തില്ലാഹി തബാറക വതആല, അല്ലാഹുവിന്റെ മശിയത്തുമായി ബന്ധപ്പെട്ട സിഫാത്തുകൾ, അതിനെ അവർ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുക. നമ്മുടെ നാട്ടിലുള്ള ഒക്കെ ശരിയാക്കളാണ്. പള്ളികളിലിരിക്കുന്ന മുസ്ലിയാക്കന്മാർ മുഴുവൻ ശരിയാക്കളാണ്. കാരണം പ്രത്യേകിച്ച് അഖീദ ഒന്നും പഠിക്കുന്നില്ല. അഥവാ അഖീദ എന്ന പേരിൽ വല്ലതും അവർ പഠിക്കുകയാണെങ്കിൽ അത് നൂറുൽ അബ്സാർ മുതൽ അങ്ങോട്ട് അവർ കാണുന്ന കേൾക്കുന്ന ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളിൽ ഒക്കെ വരുന്നത് അഖീദ അശ്അരിയ്യ. ശറഉൽ അഖായിദ് എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. വയസ്സന്മാർക്കൊക്കെ അറിയാം ശറഉൽ അഖായിദ്. എന്താ ശറഉൽ അഖായിദ്? ആർക്കാണ് അഖായിദ്? ശറഹുൽ അഖായിദ് നസഫിയ്യ. നസഫി എഴുതിയിട്ടുള്ള അഖീദ, അതിന് സഅദുദ്ദീൻ കൊടുത്തിട്ടുള്ള ശറഹാണ് ശറഉൽ അഖായിദ് എന്ന പേരിൽ അറിയുന്നത്. ആരാ നസഫി? നസഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്അരി മുഹ്തരിഫ്, ശരിയാണ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി ഖാലിഖുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി സമീഉൻ അൽ ബാസിർ വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതളിം. അല്ലാഹു 7 സിഫത്തുകൾ എണ്ണി പറഞ്ഞു. അതല്ലാത്തതൊന്നും സിഫത്തല്ല. അല്ലാത്തതിനൊക്കെ അവർ വ്യാഖ്യാനിച്ചിട്ട് അത് സിഫത്തല്ലാതാക്കി തീർക്കും. അള്ളാഹുവിനുള്ളതായി അള്ളാഹ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള സിഫാത്തുകളിൽ നിന്ന് അള്ളാഹുവിനെ ഒഴിവാക്കും, നിർഗുണനാക്കി തീർക്കും. അവർ മുഅത്തിലത്താണ്. അള്ളാഹുവിനുള്ള അള്ളാഹ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള സിഫാത്തുകളിൽ നിന്നും അള്ളാഹുവിനെ നിർഗുണനാക്കുന്ന, അള്ളാഹിനെ ഒഴിവാക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നു അള്ളാഹ്ക്ക് കലാം എന്ന സിഫത്തുണ്ട്. അത് സിഫാത്തിയ മഅനവിയ. യുകല്ലിമുല്ലാഹ് ബിമാ ശാ വമതാ ശാ വലിമൻ ശാ വഹൈതു ശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിഫത്തുൻ ദാത്തിയത്തിന് പുറമെ അള്ളാഹു വജിക്കുന്നു. അത് അള്ളാഹിന്റെ ഫിഅലിയായ സിഫത്താണ്. അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുന്ന വിധേന അവൻ വജിക്കുന്നു. അത് അവന്റെ മശിയത്തുമായി ഇറാദത്തുമായി മുതഅല്ലിഖത്തായിട്ടുള്ളതാണ്. ഇങ്ങനെ അത് ഈ തെളിവുകളിൽ വന്നതുകൊണ്ട് ആ കാര്യം ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചു. പിന്നെ പറയുന്നു الحادية والعشرون 21ാമത്തെ മസ്അല التصريح بأن تلك الرجف والغشي كان خوفا من الله عز وجل. ഉപരിലോകങ്ങൾക്ക്, വാനലോകങ്ങൾക്ക് വലിയ ഭയപ്പാടും അതുപോലെ തന്നെ പ്രകമ്പനവും
ആകാശലോകം കിടിലം കൊള്ളുന്നു, പ്രകമ്പനം കൊള്ളുന്നു. എന്തുകൊണ്ടാണത്? അതുപോലെ തന്നെ ആകാശലോകത്തുള്ള നിവാസികൾ ബോധരഹിതരാകുന്നു. അതിനുള്ള കാരണം അത് രണ്ടും ഖൗഫൻ മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം കൊണ്ട് മാത്രമാണ്. അസ്സാനിയ വൽ 22ാമത്തെ മസ്അല അന്നഹും യഖറൂന ലില്ലാഹി സുജ്ജദ. അതുകൊണ്ട് തന്നെ വാനലോക നിവാസികൾ, മലക്കുകൾ അല്ലാത്തവർ അവര് അല്ലാഹുവിന്റെ സുജൂദിൽ വീഴുകയാണ്. അതൊരു കാര്യം ആജ്ഞാപിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നതോടുകൂടി, അവനത് വഹയിലൂടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നതോടുകൂടി ചിറകടിക്കുന്നു, ഭയപ്പെടുന്നു, എന്നിട്ട് അവർ സുജൂദിൽ വീഴുന്നു, ബോധരഹിതരായിത്തീരുന്നു. ഇത് മൊത്തത്തിൽ ഇതില് ഒരുപാട് ഫവായിദുകൾ, ഇൽമിയായ ഫവായിദുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ വിഷയവുമായും കിതാബിന്റെ പ്രമേയവുമായുമുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഇതാണ് ശിർക്കിന്റെ എല്ലാ വേരുകളെയും ഒരുമിച്ചെറുക്കുന്ന ആയത്ത് സൂറത്ത് സബയിലെ 22-23 ആയത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹുവിന് പുറമെ പങ്കാളികളാണെന്നോ അല്ലെങ്കിൽ ശുപാർശക്കാരാണെന്നോ അല്ലെങ്കിൽ ഇടയാളന്മാരാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ തന്നെ തുല്യരായിട്ടുള്ളവരാണെന്നോ ഒക്കെ കരുതിയിട്ട് പലരും പലരെയും വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പൂജകൾ നൽകുന്നു, സേവകൾ നൽകുന്നു. ആരോട് നിങ്ങൾ വിളിച്ചു നോക്കൂ, അതൊന്നും ഫലവത്താകില്ല. കാരണം ലാ യംലികൂന മിസ്ഖാല ദർറ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരോട് ചോദിച്ചാലും ഒരാളുമേ ആകാശലോകത്തോ കീഴ്ലോകത്ത് ഭൂമിയിലോ ഒരു ദർറ, ഒരു കറുത്ത ഉറുമ്പിന്റെ, ഒരു ചെറിയ കറുത്ത ഉറുമ്പിന്റെ അത്ര പോലും ഒന്ന് ആരുമേ ഉടമപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് മുൽക്ക്, പരമാധികാരം, ഉടമസ്ഥാവകാശം അല്ലാഹുവിനു മാത്രം. രണ്ടാമതായി ആദ്യം ആഴത്തിൽ പോയിട്ടുള്ള ആ വേര് മുറിച്ചു, പിന്നെ അടുത്ത വേരിലേക്ക് ഇറങ്ങി. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്ക്. ആകാശത്തോ അല്ലെങ്കിൽ ആകാശലോകങ്ങളിലോ അല്ലെങ്കിൽ ഭൂലോകത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് മുൽക്ക്. പക്ഷെ അതിന്റെ ഒരു പങ്ക് ആർക്കോ ഉണ്ട് എന്ന് കരുതുന്നുവെങ്കിൽ ഇല്ല, അതിലൊരു പങ്കും അതിൽ നിന്ന് ഒരു വിഹിതവും ആർക്കുമേ അവകാശപ്പെട്ടതല്ല, അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ആ വേര് പറ്റി കഴിഞ്ഞാൽ മൂന്നാമത്തേത് മുൽക്കുമില്ല, ശിർക്കുമില്ല. പിന്നുണ്ടാകാൻ ചാൻസ് എന്താണ്? അള്ളാഹ്ക്ക് ഒരു ഒത്താശ ചെയ്തു കൊടുത്തതാണെങ്കിൽ വമാ ലഹു മിൻഹും മിൻ ളഹീർ. ഭൂലോക നിവാസികളിലോ അല്ലെങ്കിൽ മേലോക നിവാസികളിലോ പെട്ട ഒരാളും അള്ളാഹ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സഹായി അവനില്ലേ ഇല്ല. ആ 3 പേരും അറുത്തു. പിന്നെ ഒരു ചെറിയ ഒളിച്ചു പോണോൻ ഏത് തുരുപ്പ് ചീട്ടും മുറുകെ പിടിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ അവസാനത്തെ പിടുത്തം ഇതൊന്നുമില്ല, മുൽക്കില്ല, ചെറുക്കില്ല, അതുപോലെ തന്നെ വഹീറായിട്ടും ആരുമില്ലെങ്കിൽ അവസാനത്തേത് പറഞ്ഞു നോക്കിയാൽ കിട്ടിയാലോ ഒരു ശുപാർശ. അതുകൊണ്ട് പറഞ്ഞു അള്ളാന്റെ അടുക്കൽ ഒരാൾ ശുപാർശ പറഞ്ഞാലും അത് വിലപ്പോകില്ല. ഇല്ലാ ലിമൻ അദ്ന ലഹു. അള്ളാഹ് അനുവാദം കൊടുത്ത് മഖാമും മഹ്മൂദ് നൽകാൻ വേണ്ടി അനുവാദം കൊടുത്ത ഇന്നോന്റെ കാര്യത്തിൽ നീ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ പറയണാളാര്, പറയേണ്ട ആളുടെ വിഷയം ആര് ഒക്കെ അള്ളാഹ് തീരുമാനിക്കുന്നത്. അത് അയാൾക്കുള്ളൊരു മഖാമും മഹ്മൂദായി നടക്കുന്ന ശുപാർശയല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാൽ അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയവരും ഏറ്റവും ഉന്നതരും ഏറ്റവും സമീപസ്ഥരുമായ മലക്കുകൾ, ആകാശലോകത്തുള്ള നിവാസികൾ, ആകാശലോകങ്ങൾ, അവരുടെ കഥ പോലും എന്താണ്? അതല്ല പറയുന്നു. അള്ളാഹ് കൽപ്പന തീരുമാനിച്ചു കഴിഞ്ഞാൽ, വഹി അറിയിക്കാൻ ഉദ്ദേശിച്ചാൽ മലക്കുകൾ ചിറകടിക്കുന്നു, ഭയപ്പെടുന്നു, ആകാശലോകങ്ങൾ മൊത്തം കിടിലം കൊള്ളുന്നു, പ്രകമ്പനം കൊള്ളുന്നു, സുജൂദിൽ വീഴുന്നു, ബോധരഹിതരാകുന്നു. ഹത്താ ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയ്യുൽ കബീർ. വല്ലാഹു അഅലം. وبهذا أختتم اليوم وأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة وأن يجعلنا هداة مهتدين غير ضالين ولا مضلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.